हरे कृष्णा सर्वम कृष्ण अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമുക്ക് വേഗം ക്ലാസ് തുടങ്ങാം. വേഗം തുടങ്ങിയാൽ വേഗം നിർത്താം അല്ലേ? അമൃതം കൊണ്ട് തന്നതാ, ഓറഞ്ച് കനകാമ്പരം. അവർ ഇന്നലെ അമ്പലത്തിൽ പോയില്ലേ, അപ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ന് എനിക്ക് കൊണ്ടുതന്ന്. പിന്നെ എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഗുരുപൂർണിമ ആശംസകൾ. ഇന്ന് ഗുരുപൂർണിമയായിട്ട് ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വേഗം വന്ന് ഗുരുപൂർണിമയ്ക്ക് ക്ലാസ് എടുത്തത്. അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും പറഞ്ഞ് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ച ദിവസമായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല, പക്ഷേ ഗുരുപൂർണിമ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ജപിക്കണം, വായിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, അല്ല, ഗുരുപൂർണിമയാകുമ്പോൾ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായി പോവില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഗുരുപൂർണിമയായിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ദത്താത്രേയ മഹർഷിയെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? നമ്മൾ പറയും നമുക്ക് ഒരു ആത്യന്തികമായിട്ട് ഒരു ഗുരു ഉണ്ടെങ്കിലേ നമ്മളുടെ ജീവിതം പൂർണ്ണമാവുന്നുള്ളൂ എന്നല്ലേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവചരാചരങ്ങളും നമ്മുടെ ഗുരുക്കന്മാരാണെന്ന് തിരിച്ചറിയണം. അതെങ്ങനെയാണ് സർവചരാചരങ്ങളും നമ്മുടെ ഗുരുക്കന്മാരാവുന്നത്? അതേക്കുറിച്ച് ഭയങ്കര ഡൗട്ട്സ് പലർക്കും ഉണ്ട്. എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സർവചരാചരങ്ങളും ഗുരുക്കന്മാരാവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്ക് യു പാ. സർവചരാചരങ്ങളും ഇപ്പൊ വരുന്നുണ്ടോ? ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചപ്പാത്തി ഉണ്ടാക്കണം. സർവചരാചരങ്ങളും ഗുരുക്കന്മാരാവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കുറേ കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നുണ്ട് ഇല്ലേ? എന്താ നമ്മൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നത്? ഇപ്പോൾ നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൈയിടില്ല. അപ്പം അതും ഒരു പാഠമാണ്. അതുപോലെ ഇലക്ട്രിസിറ്റി, അത് നമ്മൾ പോയി നനഞ്ഞ കൈ കൊണ്ട് തൊടില്ല അല്ലേ? അതേപോലെ നല്ല ആഴമുള്ള ഒരു ജലം അല്ലെങ്കിൽ ഒരു പുഴ, അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും അതിൽ ഒരു സേഫ്റ്റി ഇല്ലാതെ നമ്മൾ ഇറങ്ങില്ല. അല്ലെങ്കിൽ നമുക്കറിയാം അത് ഒരു തെറ്റാണ്, അതിലിറങ്ങാൻ പാടില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവചരാചരങ്ങളും എന്താണ്, നമ്മുടെ ഗുരുക്കന്മാരാണെന്ന് ദത്താത്രേയ മഹർഷി അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുക, ഭൂമിയിലുള്ള ജലം, വായു, കാറ്റ്, മഴ, അങ്ങനെ സർവ്വതിനെയും അദ്ദേഹം ഗുരുക്കന്മാരായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾക്കൊരു ഗുരു ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. നമുക്ക് ഗുരു ഉണ്ട് ഇല്ലേ? നമ്മുടെ ഈ പ്രകൃതി തന്നെ നമ്മുടെ ഗുരുവായിട്ട് നമ്മൾ കാണണം. നമ്മൾ പ്രകൃതിയിൽ നിന്ന് പോലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സർവ്വഭൂതങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കാനും ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും പഠിക്കണം. എല്ലാം എനിക്കറിയാം, എന്നേക്കാൾ മുകളിൽ ആരുമില്ല, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൂടി നമ്മൾ ആലോചിക്കണം, നമ്മളെക്കാൾ വലിയ അറിവ് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഉണ്ടാവുമെന്ന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കിപ്പോൾ സമയക്കുറവുകൊണ്ട് പലരുടെയും ക്ലാസ് കേൾക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയുന്നു, ചില ക്ലാസ്സുകളൊക്കെ ഞാനും കേൾക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഭഗവാനെ, എനിക്ക് എന്നാണാവോ ഇതുപോലെയൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ ഓരോരോ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ. ഇപ്പം ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്താ, മലയാളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര, എനിക്ക് എന്നാണാവോ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റുന്നത്? ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ തമിഴിലെത്തിയപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുക, ഈശ്വര, എനിക്ക് എന്നാണാവോ തെലുങ്കിലൊന്ന് പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കന്നഡയിലൊന്ന് പോകാൻ പറ്റുന്നത്? അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേര് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എന്തോ ഒരു അറിവാണ് ഇവർക്കൊക്കെ, എന്നാ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക? അപ്പം അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കുറേ വായിച്ച് കുറേ നോട്ട് എഴുതി വെച്ച്. ഒരിക്കലും നമ്മൾ വെറുതെ വന്നിരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കില്ല കേട്ടോ. അതും കൂടി മനസ്സിലാക്കണം. നമ്മൾ ആദ്യം ഒരു ലൈൻ വായിച്ച് അത് ഒരു 3-4 ബുക്സ് റെഫർ ചെയ്യണം. ക്ലാസ് എടുക്കാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമേ ഇല്ല. പലരും എനിക്കിങ്ങനെ ടെക്സ്റ്റ് ചെയ്യും, മാതാജി ഒരു മെസ്സേജ് അയച്ചിട്ട് നോക്കിയില്ല, പറഞ്ഞില്ല, മിണ്ടിയില്ല. അതെന്താ സംഭവം വെച്ചാൽ, ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, മാതാജി വരുന്നു, ഇരിക്കുന്നു, ക്ലാസ് എടുക്കുന്നു. അങ്ങനെയല്ല.
ക്ലാസ് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളത് ആദ്യം വായിക്കണം, പഠിച്ച് അതിൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് 1, 2, 3, 4 സെയിം ഓതേഴ്സിൻ്റെ ബുക്ക് നമ്മൾ വായിക്കണം, റെഫറൻസ് എടുക്കണം. എന്നിട്ട് നമ്മൾ ആരോടെങ്കിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പിന്നെ ആണെങ്കിൽ ഒരുപാട് വായിക്കാൻ സമയം കണ്ടെത്തണം, ഇഷ്ടം പോലെ വായിക്കണം. ഞാനിപ്പോൾ ലൈവ് വന്നിരുന്ന ഒരു റെക്കോർഡാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തിരുത്താം. പക്ഷേ ഒരു ലൈവ് പോണുണ്ടെങ്കിൽ ആ ലൈവിൽ നമ്മൾ തെറ്റുകൂടാതെ പറയണമെങ്കിൽ എത്രത്തോളം വായിക്കേണ്ടി വരും. അതാണ് ഞാൻ ഒരിക്കലും ഒരു ഫ്രണ്ട്ലി ചാറ്റിന് ആരോടും നിൽക്കാത്തത്. അതിലാർക്കും ഒരു വിരോധം തോന്നരുത്. നിങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയക്കുമ്പോഴും ഫ്രണ്ട്ലി ചാറ്റ് ചെയ്യുമ്പോഴും എനിക്ക് സമയം കിട്ടാറില്ല. അത് ഞാൻ ഒരിക്കലും ഒരു ജാടയായിട്ട് പറയുന്നതോ മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ചില സമയത്ത് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഞാൻ അങ്ങനെ വായിച്ചിട്ട് ഒരു ഫ്രണ്ട്ലി മെസ്സേജ് ആണെങ്കിൽ അതൊന്ന് വായിച്ചിട്ട് ഞാൻ അങ്ങനെ പോവും. കാരണം വെച്ചാൽ ആ സമയം കൂടി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വേറെ ബുക്സ് വായിക്കണം. നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്, അത് വായിക്കണം, നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം, നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഒത്തിരി റെഫറൻസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യം, ഒത്തിരി റെഫറൻസ് എടുക്കണം നമ്മൾ ക്ലാസ് എടുക്കണമെങ്കിൽ. അതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഷൂട്ട്, ഡബ്ബിങ്, അത് ഇത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, യാത്ര കഴിഞ്ഞ് വന്നാലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതിൻ്റെ അപ്പുറത്ത് എനിക്കും ജപിക്കാനുണ്ട്, ശ്ലോകം ചൊല്ലാനുണ്ട്, പൂജ ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈഫിലുള്ളത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ തരാത്തത്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്, ഞാൻ അതേ പറയും. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളുണ്ട്, ഒരിക്കലും ഞാൻ മാറ്റി വയ്ക്കില്ല. ശരിക്കും 5 വർഷമായിട്ട് എല്ലാ പ്രതിസന്ധികളിലൂടെ മഞ്ജരീസ് കടന്നു വന്നപ്പോഴും ഭഗവാനെ വിശ്വസിച്ച് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്, മാറ്റി വയ്ക്കില്ല. പക്ഷേ ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് മെസ്സേജിന് ഞാൻ റിപ്ലൈ തന്നിട്ടില്ല എന്നാണെങ്കിൽ എന്നോട് പിണങ്ങരുത്. എൻ്റെ മനസ്സിലുമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. വിജി പ്രഭു, മോനപ്പൻ മുതലാളി, ലാലി മാതാജി, രേഖ മാതാജി, സത്യവതി മാതാജി, എല്ലാവരെയും വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മഞ്ജരീസിലുള്ള എല്ലാവരുടെ പാദങ്ങളിലും ഞാൻ നമസ്കരിക്കുന്നു. കാരണം ഞാൻ അച്ഛ, അമ്മ, ചേച്ചി, ചേട്ട എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ്. അമ്മമ്മേന്ന് വിളിക്കുന്നവരുണ്ട്, അതുപോലെ എൻ്റെ മക്കളുണ്ട് ഗുരുവായൂർ മഞ്ജരീസിൽ. അങ്ങനെ ഒരുപാട് പേര് മഞ്ജരീസിലുണ്ട്. എക്സ്പെഷ്യലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റീസ്, സർവീസ് അഡ്വൈസേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് മഞ്ജരീസിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ഇന്ന് ഗുരുപൂർണിമയാണ്. ഞാനും നിങ്ങളും ഒരേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ വലുത്, നിങ്ങൾ വലുത്, അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. ഒരിക്കലും നമ്മൾ ആരും വലുതല്ല, നമ്മളെല്ലാവരും താഴെയാണ്. ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാധാ വ്യക്തികളാണ് നമ്മൾ. ഇവിടെ മഞ്ജരീസിൽ മാതാജി ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ മാതാജി ഞങ്ങളെക്കാൾ എന്തോ വലിയ അറിവുള്ള ആള്, മാതാജിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ നിങ്ങളുടെ അതേ അന്ന് 5 വർഷം മുന്നേ നിങ്ങൾ എന്നെ എങ്ങനെ കണ്ടോ അതേ അമ്മു തന്നെയാണ് അന്നും ഇന്നും. പിന്നെ കുറച്ചിപ്പോൾ ജോലി തിരക്ക്, കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കുക. പലപ്പോഴും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മെസ്സേജിന് റിപ്ലൈ തരാൻ കഴിയില്ല. ദയവായി അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, തീർത്തും പറ്റാത്തത് കൊണ്ടാണ്. അപ്പം അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമുക്ക് അങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ച് ആടി പാടാൻ ഗെറ്റ് ടുഗദർ വെക്കാം. നമുക്ക് ഗെറ്റ് ടുഗദറിൽ 2 ദിവസവും 3 ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യും, ഉറപ്പായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ മാക്സിമം ക്ലാസ് ഒക്കെ ഷെയർ ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് മെസ്സേജ് നോക്കാൻ സാധിച്ചിട്ടില്ല. അതെൻ്റെ കുറ്റമല്ല, ശാന്തി മാതാജി കുറച്ച് ലേസി ആയിട്ടുണ്ട്. നേരത്തെ മാതാജി കുറച്ചും കൂടി ആക്റ്റീവായിട്ട് മഞ്ജരീസിൻ്റെ കാര്യങ്ങളും കിച്ചൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മാതാജി കുറച്ച് ലേസിയാണ്, ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാനും ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. മാതാജിയോട് വന്ന് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലാതെ ഇനി മാതാജിയായിട്ടൊരു കോംപ്രമൈസ് ഇല്ല. പിന്നെ വിനോദ് പ്രഭു മാക്സിമം ഓടുന്നുണ്ട്, ഒറ്റയ്ക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഓടുന്നുണ്ട്. ബിന്ദുമ്മ പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെയൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല കേട്ടോ. മാതാജി മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാവം, അതിനും ഒരു വീടും കുടുംബമൊക്കെ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ. മാതാജിയുടെ മോന് സഞ്ജുവിന് ഇപ്പം നല്ല സുഖമില്ല, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, കാർഡിയാക് പ്രോബ്ലം ഒക്കെ വന്നു, അറിയില്ല. അപ്പം അതിൻ്റെയൊക്കെ കുറേ ടെൻഷനിലാണ് പാവം. എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നു. മോൾക്കും ഇപ്പം കുറച്ച് പീരീഡ്സ് ആവാതിരുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് അതും ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ കുറേ ടെൻഷനിലാണ്. എങ്കിലും മഞ്ജരീസിൻ്റെ മാക്സിമം കാര്യങ്ങൾ പാവം നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും എന്താ പറയുക,
ദൂരത്താണ്. ഇവിടേക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. ദിനം പ്രതി നമ്മുടെ മഞ്ജരീസ് കുടുംബം വളർന്നുകൊണ്ടിരിക്കുമ്പം വർക്കുകളും വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരാളെ കൊണ്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പോട്ടെ, മാക്സിമം നമുക്ക് വരാം. മാക്സിമം ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വർക്കൊക്കെ കൂടുതൽ ചെയ്യാം. എനിവേ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഇന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജയന്തിയമ്മയുടെ പിറന്നാളാണ്. അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു. ഗുരുപൂർണിമ ദിവസം തന്നെയാണ് അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് അമ്മ ഗുരുവായൂരുണ്ടായിരുന്നു, എനിക്ക് മെസ്സേജ് ചെയ്തു. ഒരുപാട് സന്തോഷം. മാതാജിക്ക്, ജയന്തിയമ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പിന്നെ ഇന്നലെ നമ്മുടെ ജയന്തിയമ്മയുടെ ഹസ്ബൻഡ് ശങ്കരനാരായണ അപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അപ്പയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. ഇന്ന് ആരൊക്കെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടോ എല്ലാവർക്കും എൻ്റെ വക ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ മനസമാധാനം കീപ്പ് ചെയ്യണം. പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, ക്ലാസ്സിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഓവർ സ്ട്രെസ് എടുത്ത് വെക്കരുത്, ഓവർ ടെൻഷൻ വെക്കരുത്, അമിതമായിട്ട് സാമ്പത്തിക ഡിസിപ്ലിൻ ഇല്ലാതെ ജീവിക്കരുത്. അതുപോലെ നമ്മൾക്ക് ആവശ്യം അതല്ല ഇമ്പോർട്ടൻറ്റ്, അത്യാവശ്യം എന്താണോ അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യമല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിനും സമയം ഇനി ചെലവഴിക്കരുത്. ജീവിതത്തിൽ ആകെ ഒരു ചെറിയ ലൈഫാണ്, സ്മോൾ ലൈഫ് നമുക്കല്ലേ. ആ ജീവിതത്തിൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ വീണ്ടും പറയുന്നു, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയണം. കിടന്ന് ഉറങ്ങുമ്പം സമാധാനമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. അല്ലാതെ ഒരുപാട് സ്ട്രെസ് എടുത്തു വെച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഈ വെപ്രാളപ്പെടരുത്. ഒരുപാട് അസുഖങ്ങൾ വരും. ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരുത്തി വെക്കാതെ എപ്പോഴും എൻ്റെ മഞ്ജരീസിലുള്ള എല്ലാവരും ഹെൽത്തി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അങ്ങനെ തന്നെ പോകുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ നോക്കാം. പ്രശ്നങ്ങളിലേക്കൊന്നും പോയി തലവെക്കാതെ മനസമാധാനമായിട്ട് പോവുക. പരമാവധി നിശബ്ദത പാലിക്കുക. കിച്ചുവിനെ നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ല സന്തോഷമായിട്ടിരിക്കൂ കേട്ടോ. നമസ്തേപ്പാ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് 94-ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. മാക്സിമം ഫാസ്റ്റായിട്ട് എടുക്കണം. കുറച്ചാണെങ്കിൽ കൂടിയും എന്താ പറയുക, ചെറിയ കണ്ടന്റാണ് പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും മാക്സിമം ഫാസ്റ്റായിട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. 94-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. എല്ലാവരും പഠിച്ചോ വിഷ്ണു സഹസ്രനാമം? അത് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ഞാൻ ഈ വിഷ്ണു സഹസ്രനാമം എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നോ? അയ്യോ നാരായണ, അങ്ങനെയല്ലാട്ടോ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? പറഞ്ഞുതരാം പ്രബിളാമ്മേ, യൂസ്ഫുൾ ആയോ നിങ്ങൾക്ക്? മനസ്സിലായോ ഞാൻ എടുത്ത വിഷ്ണു സഹസ്രനാമം? നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചോ? അതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. ചെന്നൈയിൽ കുറച്ച് മഴ വന്നു, അതിനൊന്നും കൂടി നല്ലോണം ചൂട് കൂട്ടിത്തരും. യെസ്, സുധാ മാതാജി പറഞ്ഞു. സന്തോഷം. അപ്പോൾ നമുക്ക് 94-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാണേ. ശ്രദ്ധിച്ച് കേൾക്കുക. കൂടെ വായിക്കുന്നവര്, ഞാനിങ്ങനെ എടുത്താണ് വേർഡ്സ് പറഞ്ഞു തരുന്നത്. അത് എളുപ്പം വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. വിഹായ സഗതി. അത് ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ വിഹായ സഗതിർ ജ്യോതി. തെറ്റാതെ വായിക്കാൻ കഴിയുന്നുണ്ട്. സൂപ്പർ. വിഹായ സഗതിർ ജ്യോതി, അങ്ങനെ എടുക്കൂ കേട്ടോ. വിഹായ സഗതിർ ജ്യോതി എന്ന് വെച്ചാൽ എന്താണ്? വിഹായസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം മനസ്സിലായി. വിഹായസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിഹായസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അറിയില്ല അല്ലെ? ആകാശം. വിഹായസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറില്ല, അർത്ഥം മറന്നുപോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വിഹായസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം. അപ്പോ വിഷ്ണു പദം ഗതി, വിഹായസ് സദ്ഗതി. നമ്മൾ അതായത് വിഹായ സഗതിർ ജ്യോതി, അത് ശ്രദ്ധിച്ചു കേൾക്കും. വിഹായ സഗതിർ ജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകാശത്തില്
ആദിത്യനായിട്ടിരിക്കുന്നത് ആരാണ്? സൂര്യഭഗവാൻ അവിടെ ആകാശത്തിലുണ്ട്. ഈ സൂര്യഭഗവാൻ ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ വിരാട് രൂപം കണ്ടത്. ഈ സൂര്യഭഗവാൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പൊ പറയുന്നു ആദിത്യ രൂപത്തിൽ ആകാശത്തിൽ ഗമിക്കുന്നവൻ. മനസ്സിലായേ? ആദിത്യ രൂപത്തിൽ, അതായത് സൂര്യന്റെ രൂപത്തിൽ ആകാശത്തിൽ ഇരിക്കുന്നത് ആരോ ആ ഭഗവാനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിഹായ സഗതി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ മറ്റൊരു പേരാണ് വിഹായ സഗതി. ഇനി ജ്യോതി എന്ന് പറയുന്നുണ്ട് അവിടെ. വിഹായ സഗതിർ ജ്യോതി. ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം. ഓക്കെ, വിഹായ സഗതിർ ജ്യോതി. ആകാശത്തില് സൂര്യനായി ഇരുന്നു കൊണ്ട് പ്രകാശിക്കുന്നത് ആരോ ആ ഭഗവാൻ, അത് ഗുരുവായൂരപ്പനാണ്. ക്ലിയർ? ഇനി സുരുചിർ എന്ന് പറയുന്നുണ്ട്. സുരുചി എന്നെടുക്കൂ. സുരുചിർ ഹുദബുക്ക്. സുരുചിർ ഹുദബുക്ക് എന്നെടുത്തു കഴിഞ്ഞാൽ ഇവിടെ വിഷ്ണു സഹസ്രനാമത്തിന്റെ ശ്ലോക ബുക്കിലേക്ക് അങ്ങനെയല്ല വരുന്നത്. സുരുചിർ ഹുദ ബുഗ്ഗിബു എന്ന് വരുന്നുണ്ട്. സുരുചിർ ഹുദ ബുഗ്ഗിബുഹ എന്ന് വരുന്നുണ്ട്. രണ്ട് കുത്തു വന്നാൽ ഹ എന്നാണ്. അപ്പോ സുരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരമായിരിക്കുന്ന രുചി. സുന്ദരമായിരിക്കുന്ന രുചി. കാന്തി എന്ന് പറഞ്ഞാൽ ഇച്ഛയോട് കൂടിയവൻ. സുന്ദരമായിരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്, അല്ലെ? ഭഗവാന്റെ ഭാവം കണ്ടാൽ ഒരിക്കലും നമുക്ക് എന്ത് തോന്നില്ല? ഭയം തോന്നില്ല, അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് തോന്നില്ല, അയ്യേ എന്ന് പറയില്ല, ഒന്നും തോന്നില്ല. ആ കോമളമായിരിക്കുന്ന രൂപം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭഗവാനോടൊരു അതിര് കവിഞ്ഞ അട്രാക്ഷനാണ്. ഭയങ്കര സുന്ദരനാണ് ഗുരുവായൂരപ്പൻ, അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രയും മനോഹാരിത നമുക്ക് ഗുരുവായൂരപ്പനിൽ കാണാൻ സാധിക്കും. അപ്പം സുന്ദരമായിരിക്കുന്ന കാന്തിയോട് കൂടിയവൻ, ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള കാന്തിയോട് കൂടിയിരിക്കുന്നവൻ. അതുകൊണ്ടാണ് ഇവിടെ സുരുചിർ ഹുദ ബുഗ്ഗിബു എന്ന് പറയുന്നത്. ഹുദബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ദേവതകളെയും ഉദ്ദേശിച്ച് ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ ഹോമിക്കപ്പെട്ട ദ്രവ്യങ്ങളെ തന്നെത്താൻ ഭുജിക്കുന്നവൻ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഏത് ഹോമം ചെയ്താലും ഏത് കർമ്മം ചെയ്താലും എങ്ങനെയുള്ള പൂജ ചെയ്താലും അത് അവസാനം എത്തിച്ചേരുന്ന ആരിലേക്കാണ്? ഗുരുവായൂരപ്പനിലേക്കാണ്. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഹുദബുക്ക് എന്നുള്ളൊരു വേർഡ് വന്നത്. ഹുദബുക്ക് ഗിബു എന്ന് പറയുന്നുണ്ട്. അതായത് സുന്ദരമായിരിക്കുന്ന രൂപത്തോടു കൂടി ഇരുന്നു കൊണ്ട് എല്ലാ ദേവതകളെയും ഉദ്ദേശിച്ചിട്ട് ഏത് കർമ്മം നമ്മൾ ചെയ്താലും ആ ഹോമിക്കപ്പെടുന്ന ദ്രവ്യങ്ങളെ തന്നെത്താൻ ഭുജിക്കുന്നവനാരോ അതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ നമ്മൾ വിളിക്കുന്നു സുരുചിർ ഹുദ ബുഗ്ഗിബു എന്ന് വിളിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെയോ രവിർ വിരോചന. രവിർ വിരോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഗിബു എന്നൊരു വേർഡും കൂടെ ലാസ്റ്റ് വരുന്നത്. സുരുചിർ ഹുദ ബുഗ്ഗിബു എന്ന് വരുന്നത്. ആ ഒരു വിഭു എന്നർത്ഥം എന്താണെന്ന് അറിയാമോ? എല്ലായിടത്തും വർത്തിക്കുന്നവൻ. സർവചരാചരങ്ങളിലും ഭഗവാനുണ്ട്. അപ്പൊ എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ എന്തെന്ന് വിളിക്കുന്നത്? വിഭു എന്ന് വിളിക്കുന്നത്. സർവചരാചരങ്ങളിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വിഭു എന്ന് വിളിക്കുന്നു. ഇനി രവിർ വിരോചന. രവിർ വിരോചന എന്ന് പറയുന്നത്, ഈ രവി എന്ന് പറഞ്ഞാൽ എന്താണ്? രസങ്ങളെ ഗ്രഹിക്കുന്ന ആദിത്യ രൂപനായവൻ. ആദിത്യൻ എന്ന് പറഞ്ഞാൽ അത്രയും ചിന്തിച്ചാൽ മതി. രവി എന്ന് പറഞ്ഞാൽ ആദിത്യൻ, രസങ്ങളെ ഗ്രഹിക്കുന്ന ആദിത്യന്റെ രൂപത്തിലുള്ളവൻ. സിമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ രവി എന്നാൽ സൂര്യൻ, അത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇനി വിരോചന. രവിർ വിരോചന. വിരോചന എന്ന് പറഞ്ഞാൽ പല പ്രകാരത്തിൽ ശോഭിക്കുന്നവൻ. ഭഗവാൻ ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എവിടെ, എങ്ങനെ, ആരുടെ അടുത്ത് വരുന്നു പറയാൻ പറ്റില്ല. ഏത് ഭാവത്തിലും വരാം. നമ്മൾ ഹനുമത് ചരിതത്തിൽ കേട്ടിട്ടുണ്ട്, നമ്മുടെ അഞ്ജനയും വീരകേസരിയും കൂടെ ഒരു മകൻ, ഒരു പുത്രലാഭത്തിന് വേണ്ടിയിട്ട് ഉമാമഹേശ്വരന്മാരെ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഉമാമഹേശ്വരന്മാർക്ക് നിവേദിക്കാനുള്ള ഫലങ്ങൾ, അവർ കാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, ഫലങ്ങള് ഇങ്ങനെ വെച്ച് നിവേദ്യം കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കുറേ വാനരന്മാർ വന്നിട്ട് എന്ത് ചെയ്തു? ഈ നിവേദ്യങ്ങളെല്ലാം എടുത്തോണ്ട് പോവാണ്. ഈ പഴങ്ങളും മാമ്പഴം ഒക്കെ എടുത്തോണ്ട് പോവാണ്. അപ്പോ വീരകേസരി നമ്മുടെ അഞ്ജനയോട് പറഞ്ഞു, എന്താ ഇപ്പൊ ഇങ്ങനെ അഞ്ജനെ, നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ വെച്ചതല്ലേ ഇതെന്താ ഈ വാനരന്മാർ എടുത്തോണ്ട് പോണത്? ഇവരുടെ കുസൃതി ഒന്നും നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ അഞ്ജന പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ കാണാഞ്ഞിട്ടല്ല, ആ സാക്ഷാൽ ജഗത് പിതാവ് ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എങ്ങനെ വരുന്നു നമുക്കറിയില്ല.
അപ്പൊ ഈ വന്ന് വികൃതി കാണിക്കുന്ന വാനരന്മാരെ എല്ലാം തന്നെ നമ്മൾ ഭഗവാനായി കാണുകയാണെങ്കിൽ ഈ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? സാക്ഷാൽ ഭഗവാൻ നേരിട്ട് വന്നിട്ട് ഈ ഫലങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലെ? അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് നമ്മുടെ അഞ്ജന വീരകേസരിയോട് പറയുന്നുണ്ട്. അപ്പൊ അത്രയും കൃത്യമായ ഒരു ഉത്തരമാണ് അവിടെ അഞ്ജന വീരകേസരിക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ എല്ലായിടത്തും വർത്തിക്കുന്ന ഈ ഭഗവാൻ ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എങ്ങനെ, ആരുടെ മുമ്പിൽ, എപ്പോൾ വരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഭഗവാനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവാൻ നമ്മളിലേക്ക് വരും എന്ന ഒരു അലേർട്ടായ മൈൻഡോട് കൂടി നമ്മൾ ഇരിക്കണം. ഞാൻ ഗുരുവായൂർ പോയാൽ മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഗുരുവായൂർ മാത്രമേ ഭഗവാൻ ഉള്ളൂ എന്നൊരു ചിന്ത വേണ്ട. ഗുരുവായൂർ ഭഗവാന്റെ ആസ്ഥാനമായിരിക്കുന്ന സ്ഥലം, അത് ഓക്കെ, അത് ഉറപ്പിച്ചു നമ്മള്. പക്ഷേ നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും ആ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് വരും. പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് വിളിക്കണമെന്ന് മാത്രം. പലപ്പോഴും മറന്നു പോകുന്നത് ഹൃദയം കൊണ്ട് വിളിക്കാനാണ്. അപ്പൊ ഹൃദയം കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മളിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതിനു വേണ്ടിയാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത്, ഭഗവാൻ ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. ഭഗവാന്റെ ഇംഗിതത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. എന്താണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത്? ഭക്തി, വെജിറ്റേറിയൻ ഫുഡ്, അതുപോലെ സഹജീവികളോട് കരുണ, ഭക്തിയോടെയുള്ളൊരു ഹൃദയം, എപ്പോഴും നമ്മൾ നല്ല സാത്വികമായിട്ടിരിക്കുക, വയലൻസ് ഇല്ലാതെ ഇരിക്കുക. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും ഭഗവാനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഈ ജന്മത്തിൽ ഏതെങ്കിലും ഒരു സമയം അദ്ദേഹം നമ്മളിലേക്ക് വരുമെന്ന് നമ്മൾ നല്ല ഉത്തമ ബോധ്യത്തോടെ ഇരിക്കണം. ഒരു ഗുരുവായൂർ ചെല്ലുമ്പോൾ മാത്രം നമുക്കൊരു ഭക്തി, ഗുരുവായൂർ നിങ്ങളുടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭക്തി ഇല്ലാത്ത അവസ്ഥ, അത് നമ്മുടെ ജീവിതത്തിൽ പാടില്ല. എന്നിട്ട് നമ്മൾ ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ഭഗവാന്റെ ദർശനം എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊന്നും പറയരുത്. അദ്ദേഹം നമുക്ക് ദർശനം തന്നതാണ്. എത്രയോ കോടി ജന്മങ്ങളുടെ പുണ്യമാണ് നമ്മൾ ആ തിരുനടയിൽ എത്തുന്നത്, അല്ലെ? എന്നിട്ട് അദ്ദേഹം കാണിച്ചൊരു കാരുണ്യമാണ് അദ്ദേഹത്തെ ദർശിക്കാനുള്ള ഒരു അവസരം നമുക്ക് തന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ടോ അവിടുത്തെ കുറ്റങ്ങളും കുറവുകളാണ് ആദ്യം പറയാൻ നിൽക്കുക. നമ്മൾ അതിലൊന്നും തലയിടണ്ട. നമ്മളുടെ ആവശ്യം എന്താണ്? ഭഗവാന്റെ ദർശനം ഒന്ന് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് ലഭിക്കുക. ഈ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമ ദിവ്യോത്തമ പുരുഷന്റെ ദർശനത്തിനാണ് നമ്മൾ പോകുന്നത്, അല്ലാതെ നമ്മൾ ജനനായകൻ മൂവി കാണാനല്ല പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ദർശനം അത് നമുക്ക് ലഭിക്കണേന്ന് ഭഗവാനോട് അകമഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഭഗവാൻ കലിയുഗത്തിലുള്ളത് എങ്ങനെയാണ്? നാമസങ്കീർത്തനത്തില്, നാമത്തിലാണ് ഭഗവാൻ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ക്യൂല് നിൽക്കുന്ന സമയത്താണെങ്കിലും ശരി, നടയിൽ എത്തുന്ന സമയത്താണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഈ 30 കോടി ദേവഗണങ്ങളും അദ്ദേഹത്തിന്റെ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യരായ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയേണ്ട ആ സമയവും, അവിടുത്തെ പോരായ്മകൾ മാത്രം കണ്ണിൽ നോക്കുന്ന സമയവും, ഓരോരോ പരാതികൾ പറയുന്ന സമയവും നമ്മൾ എന്ത് ചെയ്യുക? കിട്ടിയ സമയം നാമം ചൊല്ലാൻ ശ്രമിക്കുക. എത്രമാത്രം സംസാരം കുറച്ചിട്ട് എത്രമാത്രം അദ്ദേഹത്തിന് നാമം ചൊല്ലുന്നോ അത്രമാത്രം നമ്മൾ അദ്ദേഹത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനാണ് നമുക്ക് ഈ ഒരു ജന്മം തന്നിരിക്കുന്നത്. നല്ല മൃഷ്ടാന ഭോജനത്തില് നല്ല അടിച്ചു പൊളിച്ച് ഇങ്ങനെ തകർത്ത് ജീവിക്കാനുള്ള ജന്മം അല്ല ഇത്. ഈ ജന്മം മോക്ഷം സിദ്ധിക്കണം. നമ്മള് മോക്ഷത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. മറ്റു വികാരങ്ങളെല്ലാം മാറ്റിവെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജപിച്ച് നമ്മളിലുള്ള കൽമഷങ്ങളെല്ലാം മാറ്റിത്തരാൻ ആ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചിന്താ, വാക്ക്, പ്രവൃത്തിയിലെല്ലാം അഹങ്കാരബോധം വന്നു കൂടിയിട്ടുണ്ട്, ഈഗോ വന്നു കൂടിയിട്ടുണ്ട്. ഇതെല്ലാം മാറ്റുക. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ലൈഫായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരെത്ര കോടി ജന്മം എടുത്തിട്ടാണ് ഈ ഭൂമിയിൽ വന്ന് ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നതെന്നും നമ്മൾ എത്ര കോടി ജന്മം എടുത്തിട്ടാണ് ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് സ്വയം നമ്മൾ ചിന്തിക്കുക. എനിക്കുള്ളത് അവനില്ലല്ലോ, അവനുള്ളത് എനിക്കില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാതെ, ഗുരുവായൂരപ്പ ഈ ജന്മത്തിൽ എനിക്ക് മോക്ഷം നൽകണേ, ഈ ജന്മത്തിലെങ്കിലും എൻ്റെ തെറ്റുകളെല്ലാം പുറത്ത് എനിക്ക് ധർമ്മത്തിന്റെ പാതയിൽ പോകാനുള്ള വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം സമയം മാറ്റി വെക്കാതെ ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങളെ കുറിച്ച് ചിന്തിക്കുക. വെറുതെ സംസാരിച്ച് സമയം കളയരുത് ജീവിതത്തില്. ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. കാരണം അദ്ദേഹം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ അടുത്ത് വരും. പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാൻ വരും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അതെ, ഗുരുവായൂരെത്തി കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര തിരക്കാണ്, എന്ത് കാണാൻ പറ്റില്ല. നമ്മൾ അദ്ദേഹത്തെയാണോ കാണാൻ പോകുന്നത്, അദ്ദേഹം നമുക്ക് ദർശനം നൽകുകയാണോ എന്ന് ആദ്യം ആലോചിച്ച് നോക്കണം.
അദ്ദേഹം എവിടെയോ ഏതോ ജന്മത്തിൽ നമ്മൾ എന്തോ ഒരു നല്ല പ്രവൃത്തി ചെയ്യോ പറയോ ചെയ്തതുകൊണ്ട് ഈ ജന്മത്തിൽ അദ്ദേഹം ഒരു കാരുണ്യം തരികയാണ്. അഖില കോടി ബ്രഹ്മാണ്ട നായകനായിരിക്കുന്ന സുപ്രീം ലോർഡ്, പരമ ദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ നമ്മളെ ശരി നീ വരൂ, വന്നൊന്ന് എന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സെക്കൻഡ് നമുക്ക് ദർശനം തരാൻ അദ്ദേഹം ഒരു കാരുണ്യം കാണിച്ചിട്ട് അതിന് പോലും കുറ്റം പറയുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മൾ ചുറ്റിനും കാണുന്നത്. അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറുക. അല്ലെങ്കിൽ എന്ത് ഡ്രസ്സായിടുക, തലേ ദിവസം വരെ ആലോചിക്കൽ എന്താ അറിയോ, എന്ത് ഡ്രസ്സായിടുക, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അവിടെ അങ്ങനെ, അത് പോയി വാങ്ങണം, ഇത് വാങ്ങണം, അവിടുത്തെ ഹോട്ടലിൽ കയറണം, ഇവിടുത്തെ ഹോട്ടലിൽ കയറണം. അല്ലാതെ കാണാൻ പോകുന്നത് ത്രിലോകങ്ങളും ഭജിക്കുന്ന ഭഗവാനെയാണെന്നുള്ള ചിന്തയൊന്നും ഇല്ല. ഒരു അടിച്ചുപൊളി ടൂറാണ് അവിടേക്ക് പോകുമ്പോൾ. എത്ര സെൽഫി എടുക്കാം, എത്ര റീൽ എടുക്കാം, ഇതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സ് മാറ്റിയിട്ട് പൂന്താനം തിരുമേനിയൊക്കെ എങ്ങനെയാണോ ഗുരുവായൂരമ്പലത്തിൽ ചെന്നത് അതേപോലെ പോകാൻ ശ്രമിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു തൃപ്പാദങ്ങളെങ്കിലും കാണാൻ, ഭഗവാനെ എന്താ നമ്മൾ ഈ കാണുന്നത് ശ്രീലകത്ത്, ആരെയാ കാണുന്നത്, ആ ബോധത്തോടു കൂടി നമ്മൾ പോവുക. അതിന് ഗുരുവായൂരെന്നല്ല, മൂകാംബിക ചെല്ലുമ്പോഴും ആലോചിക്കുക, ത്രിപുര സുന്ദരിയാണ് ആ ഭഗവതി. നമുക്ക് എന്താണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ടും ശ്രീ മഹാലക്ഷ്മി ആയിട്ടും ഭദ്രകാളി ആയിട്ടും സരസ്വതി ആയിട്ടും ഒക്കെ നമുക്ക് എന്താ ദർശനം തരികയാണ്. ഇതിൻ്റെയൊക്കെ ആഴം മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്താൻ പഠിക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും അടിച്ചു പൊളിച്ചുള്ള ഒരു ടൂറായിട്ടും ഒരു ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക. അങ്ങനെ സർവ്വവ്യാപിയായിരിക്കുന്ന എല്ലായിടത്തും ഇരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ക്ഷണിക്കാൻ തയ്യാറായിട്ടിരിക്കണം. മനസ്സിലായോ? പിന്നെ സൂര്യ സവിതാ രവിലോചന എന്ന് പറയുന്നുണ്ട്. അതായത് സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെ ജനിപ്പിക്കുന്നവൻ. സ്ത്രീയെ ജനിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ, ശോഭ അല്ലെ. നമുക്ക് എപ്പോഴും നമ്മൾ പറയും ഒരു ഐശ്വര്യം വേണം ജീവിതത്തിൽ. ഐശ്വര്യം ഇല്ലെങ്കിൽ ലൈഫ് വേസ്റ്റ് ആണ്. ഐശ്വര്യം ഉണ്ടാവാൻ ആദ്യം ചെയ്യേണ്ടത് നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഐശ്വര്യം ഉണ്ടാവണം. ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ എന്തോ ഒരു ചൈതന്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നണം. ആ ചൈതന്യം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം പോണത് ബ്യൂട്ടി പാർലറിലേക്കല്ല. നമ്മൾ എന്ത് ചെയ്യുക, സ്വയം നമ്മൾ ജപം തുടങ്ങുക. എന്തെങ്കിലും ഒരു നാമം ജപിക്കൂ. ഇല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം അത്യുത്തമമാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജപിച്ച് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കൽമഷങ്ങളെല്ലാം മാറി, നമ്മൾ പോലും അറിയാതെ നമ്മുടെ നെഗറ്റീവ്സ് എല്ലാം മാറി നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം ഒരു ചൈതന്യം വരും. ആ ചൈതന്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഭഗവാനിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്, കൈക്കൊള്ളേണ്ടത്. ആ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ പഠിക്കുക. അപ്പൊ ആ ശ്രീ ഭഗവാൻ ശോഭ നൽകുന്നവനാണ് അല്ലെ, ശ്രീയെ ജനിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ആ ശ്രീയാണ് നമ്മൾ ഭഗവാനോട് വാങ്ങേണ്ടത്. നമ്മുടെ ലൈഫിലൊക്കെ ഒരു ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് ചിന്തിക്കേണ്ടത്, ഈശ്വര ഒരുപാട് ഐശ്വര്യം കിട്ടി, എനിക്ക് സ്വന്തം വീടായി, കാറായി, ബംഗ്ലാവായി, ബാങ്ക് ബാലൻസ് ആയി, ഇനി മതി. ഇതാണ് മനുഷ്യന്റെ ചിന്താഗതി. എവിടെ തുടങ്ങിയോ അതേ രീതിയിൽ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ആ ചിന്തയിൽ തന്നെ മുന്നോട്ട് പോവുക. ഒരു മിനിറ്റ്. അതേ ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പൊ ഭഗവാനോട് എപ്പോഴും കരുണയോടുകൂടി പ്രാർത്ഥിക്കുക. അങ്ങയുടെ കാരുണ്യം എന്നിൽ നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അത് മഴ കഴിയുന്നവരോട് ജിമ്മിൽ നിന്നൂടെ മോനെ? വേഗം തലയെടുത്ത് തുടക്കി അല്ലെ, പോയിട്ട് ആ പ്രിന്ററിന്റെ മുകളിൽ വെക്കലേ. പിന്നെ ശരി, പോയിട്ട് കുളിക്ക് പെട്ടെന്ന്, എന്നിട്ട് തല തുടക്കി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പെട്ടെന്ന്. സഞ്ജുടെ മൊത്തം നനഞ്ഞു വന്നിരിക്കുക. അപ്പോ സ്ത്രീയെ ജനിപ്പിക്കുന്നവരാണ് ഭഗവാൻ. ആ സ്ത്രീ ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ എത്ര കോടി ജന്മം വേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. അതിന് പെട്ടെന്നൊന്നും പോയാൽ കിട്ടുന്ന ഒരു കാര്യമല്ല സ്ത്രീ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ അതിനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഭഗവാനോട്. ആ സ്ത്രീ ലഭിക്കുന്നത് ധനത്തിന്റെ രൂപത്തിലാവണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇനി നമുക്ക് എന്താ വേണ്ടത്? അപ്പൊ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തിന്റെ ഒരു സംരക്ഷണം കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇനി സൂര്യ സവിത രവിലോചന എന്ന് പറയുന്നുണ്ട്. സവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജഗത്തിനെയും ഉൽപ്പാദിപ്പിച്ചവൻ, സർവ ചരാചരങ്ങളെയും ഉൽപ്പാദിപ്പിച്ചവനാണ് ഭഗവാൻ. ആലോചിച്ച് നോക്ക്, സർവചരാചരങ്ങളെയും ഉൽപ്പാദിപ്പിച്ചവൻ.
നമ്മൾ വിചാരിക്കും ഞാൻ എന്നൊരു ബോധമുണ്ട് പല ആളുകൾക്കും. ഞാനാണ്, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും, എനിക്കാരെയും പേടിയില്ല. ഈ ഞാൻ ആരാണ്? ഈ ഞാൻ എവിടുന്ന് വന്നു? എന്തിന് ഇത്ര അഹങ്കാര ബോധം? ഭഗവാൻ അറിയാതെ നമ്മളെ കൊണ്ട് ഒന്നും നടക്കില്ല, ഒരു ചുക്കും നടക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളെ കാണാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല. ചിലപ്പം അയാൾ നാളെ ഉണ്ടാവൂന്ന് പോലും പറയാൻ പറ്റില്ല. ആലോചിച്ച് നോക്കിക്കേ, ആ ചെറിയ മഴയുണ്ട്, ആ അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ കിട്ടിയ ആ ഒരു നിമിഷം അത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഞാൻ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് വേണം, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും, ഞാൻ അങ്ങനെയാക്കും, ഞാൻ ഇങ്ങനെയാക്കും. എന്തിനാ ഈ വെല്ലുവിളി? എന്തിനാണ് ഈ അഹങ്കാരബോധം? നമ്മളെ കൊണ്ട് ഒരു ചുക്കും സാധിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. തൃണത്തേക്കാൾ താഴെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളത് അല്ലെ. നല്ല രീതിയിൽ നടന്ന ആൾക്കാരുണ്ട്, പെട്ടെന്ന് നോക്കുമ്പോൾ പിന്നെ അവരെ കാണുന്ന പോലും ഇല്ല. ആ അവസ്ഥയിലാണ് ഇന്ന് ഓരോ മനുഷ്യനെ, അല്ലെ മഹാരോഗങ്ങൾ. ഒരു തലവേദന വന്നൊന്ന് ഹോസ്പിറ്റലിൽ പോയാൽ മതി, പിന്നെ പറയും ക്യാൻസർ ആണെന്ന്, അല്ലെ പറയും ട്യൂമർ ആണെന്ന്. എന്തെല്ലാം മഹാരോഗങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. ഈ നിമിഷം നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? ആരോഗ്യത്തോടെ ഇരിക്കുന്നു. നാളെ രാവിലെ നമുക്ക് എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഭഗവാന്റെ സ്മരണയിൽ ജീവിക്കാൻ ശ്രമിക്കുക. നമുക്കൊന്നും വേണ്ട, ഭഗവാന്റെ സംരക്ഷണം മാത്രം മതി. ആ തൃപ്പാദങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ മതി. എത്രയോ ജന്മങ്ങൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്തുകൊണ്ട് ആ തൃപ്പാദങ്ങളിൽ ഒരു സംരക്ഷണം നൽകുക നമുക്ക്. ആ സംരക്ഷണത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ നിശ്ചയമായി പറയുന്നു, ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് അത്യാപത്തുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ ലൈഫിൽ താങ്ങുന്നതെന്ന്. ആ പ്രശ്നങ്ങളെ എല്ലാം തരണം ചെയ്ത് നമ്മളിവിടെ എത്തിയില്ലേ? ആലോചിച്ച് നോക്കൂ, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ? ഒരു 10 കൊല്ലം മുമ്പേയുള്ള നമ്മുടെ ജീവിതം എന്താ? ഇന്നിപ്പോ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാ? അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം ഇനിയും ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? മോചനം വേണം നമുക്ക്. ആ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സവിധ എന്ന് പറഞ്ഞാൽ എല്ലാ ജഗത്തിനെയും എന്താണ്? എല്ലാ ജഗത്തിനെയും ഉൽപാദിപ്പിച്ചവൻ, എല്ലാ ജഗത്തിനെയും ഉൽപാദിപ്പിച്ചവൻ. അതുപോലെ രവി ലോചന എന്ന് പറയുന്നുണ്ട്. രവിയാകുന്ന ലോചനത്തോടു കൂടിയവൻ, അതായത് സൂര്യനായിരിക്കുന്നതും ഭഗവാൻ തന്നെ. അങ്ങനെ സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി. രവി എന്ന് പറഞ്ഞാൽ സൂര്യനായിരിക്കുന്നതും ഭഗവാൻ തന്നെ, ഈ നക്ഷത്ര സമൂഹങ്ങളും ഭഗവാൻ തന്നെ, എല്ലാ ഗ്രഹങ്ങളും ഭഗവാൻ തന്നെ, സമസ്തവും ഭഗവാൻ തന്നെ, ഈ സമുദ്രവും ഭഗവാൻ തന്നെ, ഈ ഭൂമിയും ഭഗവാൻ തന്നെ, എല്ലാം ഭഗവാൻ തന്നെ. എല്ലാത്തിലും ഭഗവാനെ ദർശിക്കുക, എല്ലാത്തിലും ഭഗവാനെ ദർശിക്കുക. അങ്ങനെ ദർശനം എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉറപ്പായി. മറ്റുള്ള ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഇവിടെ എന്താ നമുക്ക് ഈ 94-ാമത്തെ ശ്ലോകം എന്ന് പറയാം. വിഹായ സഗതിർ ജ്യോതി സുരുചിർ ഹുദ ബുഗ്ഗിബു. ഓക്കെ, രവിർ വിരോചന സൂര്യ സവിധ രവി ലോചന. അത് കിട്ടിയല്ലോ. അപ്പോ ആകാശമാകുന്ന ആ വിഹായസിൽ, ആകാശത്തിൽ സൂര്യനായിരുന്നു കൊണ്ട്, സ്വയം പ്രകാശിച്ചുകൊണ്ട്, സുന്ദരമായ കാന്തിയോടുകൂടി എല്ലാ ദേവതകളെയും ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ചുകൊണ്ട്, എല്ലായിടത്തും നിറഞ്ഞു നിന്നുകൊണ്ട്, രസങ്ങളെ ഗ്രഹിക്കുന്ന ആദിത്യ രൂപനായിരുന്നു കൊണ്ട്, പല പ്രകാരത്തിൽ, പല രീതിയിൽ, പല ഭാവത്തിൽ വർത്തിച്ചുകൊണ്ട്, ശ്രീയെ ജനിപ്പിച്ചുകൊണ്ട്, അതായത് ഐശ്വര്യം നൽകിക്കൊണ്ട്, എല്ലാ ജഗത്തിനെയും ഉൽപ്പാദിപ്പിക്കുന്ന രവിയാകുന്ന ലോചനത്തോടു കൂടിയിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. ഇതാണ് നമ്മുടെ 94-ാമത്തെ ശ്ലോകം. ഇനി 95-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ അനന്തോ ഹുദ ബുക് ഭോക്ത. അനന്തോ ഹുദ ബുക് ഭോക്ത. അനന്തോ ഹുദബുക് ഭോക്ത സുഖദോ നൈഗജോ അഗ്രജ. അനന്തോ ഹുദബുക് ഭോക്ത സുഖദോ നൈഗജോ അഗ്രജ. അനിർവിണ്ണഃ. അനിർവിണ്ണഃ സദാമർഷി. അനിർവിണ്ണഃ സദാമർഷി. ലോകാധിഷ്ഠാനമദ്ഭുത. ലോകാധിഷ്ഠാന മദ്ഭുത. അനന്തോ ഹുദബുക് ഭോക്ത സുഖദോ നൈഗജോ അഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാന മദ്ഭുത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ?
അതായത് അനന്ത എന്ന് പറഞ്ഞാൽ നിത്യനാണ്, സർവഗതനാണ്, ദേശകാലങ്ങളാൽ അപരിച്ഛേദനുമായവൻ, ശേഷ സ്വരൂപമുള്ളവൻ. അതായത് ഭഗവാൻ അനന്തനാണ് അല്ലെ, നിത്യനുമാണ്, സർവഗതനുമാണ്. എപ്പോഴും ഭഗവാനുണ്ട്. ഈ ലോകമെല്ലാം പ്രളയജലത്തിൽ മുങ്ങിപ്പോയാലും ഭഗവാൻ സ്ഥിരമായിട്ടുണ്ട്. നിത്യനാണ് ഭഗവാൻ. ഭഗവാൻ ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാനെ അനന്ത എന്ന് വിളിക്കുന്നത്. നിത്യനായിരിക്കുന്ന, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന, ദേശകാലങ്ങളാൽ അപരിച്ഛേദനുമായവൻ, അതുപോലെ തന്നെ ശേഷസ്വരൂപമുള്ളവൻ, എല്ലാം ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ അനന്ത എന്ന് വിളിക്കുന്നു. ഇനി ഹുദബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിക്കപ്പെട്ട ദ്രവ്യത്തെ ഭുജിക്കുന്നവൻ. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ശ്ലോകത്തിൽ പഠിച്ചു, നമ്മൾ ഏത് ഭഗവാനെ, ഏത് ദേവനെ, ഏത് ദേവിയെ വിചാരിച്ച് എന്ത് പൂജ ചെയ്താലും എന്ത് ഹോമം ചെയ്താലും അത് സ്വീകരിക്കുന്നത് ആരാണ്? ഫൈനലി അത് ഭഗവാൻ തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോമിക്കപ്പെട്ട ദ്രവ്യത്തെ, നമ്മൾ എന്താണോ സമർപ്പിക്കുന്നത് ആ സമർപ്പിക്കുന്ന ദ്രവ്യത്തെ സ്വീകരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഹുദബുക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനിയോ ഭോക്ത എന്ന് പറയുന്നുണ്ട്. ഭോക്ത എന്ന് പറഞ്ഞാൽ ഭോഗ്യരൂപയും അചേതനയുമായ പ്രകൃതിയെ ഭുജിക്കുന്നവൻ, ജഗത്തിനെ പരിപാലിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഭോക്ത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ നിലനിർത്തുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഭോക്ത എന്ന് വിളിക്കുന്നത്. സർവ്വചരാചരങ്ങളെയും ഈ ലോകത്തെയും നിലനിർത്തുന്നത് ഭഗവാനാണ്. സുഖത, സുഖത എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് മോക്ഷരൂപമായിരിക്കുന്ന സുഖത്തെ ദാനം ചെയ്യുന്നതും ഭഗവാനാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് ലഭിക്കൂട്ടോ, എല്ലാവർക്കും ലഭിക്കുന്ന ഞാൻ പറയണില്ല. ഭഗവാന്റെ ഭക്തനാവണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഒത്തിരി കടമ്പകൾ കടന്നാലേ ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ തോതിലൊരു അറിവെങ്കിലും കിട്ടും. നമ്മൾ പറയും ഞാൻ കൃഷ്ണഭക്തനാണ്, ഞാൻ കൃഷ്ണഭക്തയാണ്, അത് പറയാനുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല എന്നേ ഞാൻ പറയും. കാരണം നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. ഒരിക്കലും നമ്മൾ ഭക്തിയിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരിക്കലും നമ്മൾ ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല. ചില ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വളരെ കാലമായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു, ഏകാദശി എടുക്കുന്നു, ഞാൻ ഗുരുവായൂരപ്പ ഭക്തനാണ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും, എത്ര കോടി ജന്മം എടുത്താലാണ് ഗുരുവായൂരപ്പ ഭക്തനാവുക? സാക്ഷാൽ പൂന്താനന്ദരിമേനെയും എന്താ പറയാ കൂറൂരമ്മയൊക്കെ പറയുന്നുണ്ട് ഇനിയും ഭഗവാനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ജയപതാക് സ്വാമി മഹാരാജും പ്രഭുപാജിയൊക്കെ പറയും നമ്മൾ ഭക്തിയിലേക്ക് ഉയർന്നിട്ടില്ല, ഭക്തിയിൽ എത്തിയിട്ടില്ല, ഇപ്പോഴും എന്നിൽ കുറവുകളുണ്ടെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും നമ്മളൊന്നും അല്ലാന്ന്. ഒരിക്കലും നമ്മൾ ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല, നമ്മളൊരു ഭക്തന്മാരുമല്ല. ഭക്തി പഠിക്കുന്നവരാണ് നമ്മൾ, ഭക്തിയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ജീവാത്മാക്കളാണ് നമ്മൾ, ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഭോഗ്യരൂപയും അചേതനയുമായ പ്രകൃതിയെ ഭുജിക്കുന്നവൻ, അതായത് ജഗത്തിനെ പരിപാലിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ഈ ലോകത്തെ നിലനിർത്തുന്നത് ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ ഭഗവാനിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഈ ജന്മം ഭഗവാൻ നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ ജന്മം കൊണ്ട് അനാവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കുക. എന്ത് കാര്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നല്ലതിലേക്ക് മാത്രം ചിന്തിക്കാം. എത്ര കോടി പുണ്യമാണെന്നറിയോ ഭഗവാന്റെ ഒരു ക്ഷേത്രം നിർമ്മിക്കുക, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ നിലനിർത്തുക, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുക, അദ്ദേഹത്തിന് ഒരു തുളസിമാലയെങ്കിലും കൊടുക്കുക, ഒരു ഹാരം കൊടുക്കുക, ഒരു നേദ്യം കൊടുക്കുക, അദ്ദേഹത്തിന്റെ നാമം ചൊല്ലുക. ഇങ്ങനെ വലിയ വലിയ നമ്മൾ വിചാരിക്കുന്ന നിസാര കാര്യങ്ങൾ പോലും, നമ്മുടെ കണ്ണിൽ ഇതൊക്കെ ചിലപ്പോൾ നിസാരമായിരിക്കാം, പക്ഷെ ഈ നിസാര കാര്യങ്ങൾ പോലും എത്രയോ കോടി ജന്മം എടുത്തതിന് ശേഷമാണ് നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ആലോചിച്ചൊക്കെ എത്രയോ കോടി ജന്മം എടുത്തതിന് ശേഷമാണ് നമ്മൾക്ക് ഇങ്ങനൊരു അവസരം വരുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണത്? ഭഗവാനെ എപ്പോഴും അറിയാൻ ശ്രമിക്കുക, ഭഗവാന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ അങ്ങനെ നമുക്ക് അത് സാധിക്കും ഇത് സാധിക്കും അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല, നമ്മൾ വളരെ താഴ്മയിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളിലുള്ള അഹങ്കാരബോധമൊക്കെ പോകും. ഈ ജഗത്ത് പരിപാലിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, എന്തിനൊരു കുടുംബം നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അപ്പോഴേക്കും നമ്മൾ വയലൻസിലേക്കാണ് പോണത്. എത്ര ചെലവാ, എന്ത് ചെലവാ, നമ്മളെ കൊണ്ട് പറ്റണില്ല, അത് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇരിക്കുന്ന നമ്മൾ ഈ ജഗത്ത് പരിപാലിക്കുന്ന ഭഗവാനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അറിയാതെ പോവാണ്. ഞാനൊന്ന് കുറച്ചു നേരം വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഞാൻ ഭഗവാനെ വിളക്ക് വെച്ചു, കഴിഞ്ഞു. പക്ഷെ ഈ ജഗത് പിതാവായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ അടുത്ത് എത്ര സമയം ചെലവഴിച്ചാലും നമുക്ക് മതിയാവില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണം? 24 മണിക്കൂർ നേരത്തിൽ ഒരു 10 മിനിറ്റ് ഭഗവാന്റെ അടുത്ത് നിൽക്കും. അത് കഴിഞ്ഞ് നമ്മളെന്തോ കടമ ചെയ്യുന്ന പോലെയാണ് ഇന്നത്തെ ആൾക്കാർ ഭഗവാനുമായിട്ടുള്ള ഒരു സംവാദം. അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോവുക. പിന്നെ നമുക്ക് ഭൗതികമായിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും അലട്ടില്ല. ഈ ഭൂമിയിൽ വന്നു കുറച്ച് നാൾ ജീവിക്കാൻ ഇപ്പൊ വാടകയ്ക്കാണെങ്കിലും ഭഗവാന്റെ വീട് തന്നു, ശരി, അത് വാടക കൊടുക്കാനുള്ള ഒരു വഴി അതും ഭഗവാൻ വിചാരിച്ചാൽ നടക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും, അത് നമ്മൾ വാടക കൊടുക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കുറെ അതെടുക്കണം ഇതെടുക്കണം അങ്ങനെ പോകണം ഇങ്ങനെ വേണം, ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകണ്ടേ? കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടേക്കോ ജീവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
എവിടേക്കോ ജനിച്ച് ആരുടെക്കോ മകളായിട്ടും മകനായിട്ടും ചേച്ചിയായിട്ടും അമ്മയായിട്ടും ഭർത്താവായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ജീവിച്ചു. ആ അവസ്ഥ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നങ്ങ് മൂഢമായി നമ്മൾ വിശ്വസിച്ചു. എന്നിട്ടോ ആ ജന്മത്തിൽ എവിടെയോ വെച്ച് നമ്മൾ എങ്ങനെയോ മരണപ്പെട്ടു പോയി. അത് ഓർത്തെടുക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം. ആ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടെയാ ജീവിച്ചത്? ഇപ്പൊ നമുക്കൊരു 35 വയസ്സായിട്ടുണ്ടെങ്കിൽ ആ 35 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ എവിടെയാ ഉണ്ടായിരുന്നത്? ഒരു 40 വർഷം മുന്നേ നമ്മൾ ആരുടെ അമ്മയായിരുന്നു, ആരുടെ മകളായിരുന്നു, ആരുടെ ചേച്ചിയായിരുന്നു, ആരുടെ ഭാര്യയായിരുന്നു അറിയില്ല നമുക്ക്, അല്ലെ? പ്രീവിയസ് ബർത്തില് എവിടെയോ ഒന്ന് നമ്മൾ ജീവിച്ചിരുന്നു. ചിലപ്പോൾ ആ വീട്ടിൽ ഇപ്പോഴും നമ്മുടെ ഫോട്ടോ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. ആലോചിച്ച് നോക്കിക്കുക, അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ എത്തുമ്പോ എന്നെ പോലെ ഇരിക്കണ്ടല്ലോ, അത് ഞങ്ങളുടെ ചേച്ചിയായിരുന്നു, മരിച്ചുപോയി, അല്ലെ ഞങ്ങളുടെ മുത്തശ്ശിയായിരുന്നു, അല്ലെ എൻ്റെ അമ്മയായിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ പത്രങ്ങളിൽ കാണുന്ന 40 വർഷം 50 വർഷത്തെ ചരമ വാർഷിക ആഘോഷിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളിലിരിക്കുന്ന ആത്മാവാൻ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ജന്മത്തെ കുറിച്ച് പോലും ഓർമ്മയില്ലാത്ത നമ്മള് ഈ ഒരു ജന്മം കിട്ടിയിട്ട് ഈ ജന്മത്തിൽ അത്യാർത്ഥി മൂത്ത് ഓടിക്കൊണ്ടിരിക്കുക. അത് സമ്പാദിക്കണം, ഇത് സമ്പാദിക്കണം, എന്നിട്ട് ഉള്ള ടെൻഷൻ മുഴുവൻ തലയിലെടുത്ത് വാരി വലിച്ചു വെച്ചിട്ട് ഈ ജന്മത്തെ എല്ലാം സമ്പാദിച്ചു കഴിയുമ്പോഴോ ജീവിക്കാനുള്ള സമയമില്ല, പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് മരിച്ച്. അപ്പൊ ജീവിക്കേണ്ട ഭഗവാന്റെ നാമം ചൊല്ലുന്ന ആ സമയം നമ്മൾ വേസ്റ്റ് ആക്കുകയാണ്, അല്ലെ? അതൊക്കെ വിട്ടിട്ട് ഭഗവാനെ അങ്ങ് തന്ന ജീവിതം, ഈ ആരോഗ്യം, ഈ ശരീരം അങ്ങ് തന്നു, അല്ലെ? ഈ ജോലി അങ്ങ് തന്നു, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഈ ദാരിദ്ര്യം പോലും അങ്ങാണ് തന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റൂ. നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്ത തെറ്റാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യം, അനാരോഗ്യമൊക്കെ. അതും അവിടുത്തെ തീരുമാനമാണ്. അങ്ങ് എന്ത് തന്നോ അത് ഞാൻ സ്വീകരിക്കുന്നു. ആ ഒരു തീരുമാനത്തിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ഭഗവാൻ. അങ്ങയുടെ തീരുമാനം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കി കിട്ടണം. അല്ലാതെ എൻ്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കാന്ന് ചിന്തിക്കരുത്. അവിടുത്തെ തീരുമാനം എന്തോ അതെൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കിക്കോളൂ. അവിടുന്ന് എന്താണോ പറയണത് ഞാൻ അതുപോലെ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഭഗവാന്റെ പാദങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ജഗത്തിനെ പോലും പരിപാലിക്കുന്ന ആ ഭഗവാന്റെ മുമ്പിൽ സ്വയം സറണ്ടർ ആവുക. അങ്ങനെ സറണ്ടർ ആയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. പിന്നെയോ സുഖത എന്ന് പറയുന്നുണ്ട്. അനന്തോ ഹുതബുക് ഭോക്ത സുഖതോ നൈഗജോ അഗ്രജ. ഇതില് സുഖത എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് മോക്ഷരൂപമായിരിക്കുന്ന സുഖദാനം നൽകുന്നവൻ, അല്ലെ? നമ്മൾ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് എന്താ തരുന്നത്? മോക്ഷമാണ് നൽകുന്നത്. അതാണ് ഏറ്റവും വലിയ സുഖം. ആ മോക്ഷത്തെ നൽകുന്നതും ഭഗവാനാണ്. ഇനി നൈഗജ എന്ന് പറയുന്നുണ്ട്. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നവൻ. ധർമ്മം പരിപാലിക്കാനും ധർമ്മത്തെ നിലനിർത്താനും വേണ്ടി ഭഗവാൻ വീണ്ടും വീണ്ടും അവതാരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എന്താ പറയാ, ആ അവതാരം എടുത്തു, ഈ അവതാരം എടുത്തു, അതെടുത്തു, ഇതെടുത്തു എന്നിങ്ങനെ പറയും. ഭഗവാൻ ഇങ്ങനെ ആയിരിക്കുന്നു, ഭഗവാൻ അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. ഭഗവാൻ വീണ്ടും വീണ്ടും അവതാരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് അവതാരങ്ങൾ എടുക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം അറിയുന്നത് ഭഗവാൻ ബലറാം സ്വാമിയായി, അല്ലെ ഭഗവാൻ നരസിംഹമൂർത്തിയായി, ഭഗവാൻ അതായി ഇതായി, ഇങ്ങനെ നമുക്കറിയൂ. പക്ഷെ ഇതൊന്നല്ല, നമ്മളറിയാത്ത കോടാനുകൂടി അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. സാക്ഷാൽ വ്യാസമുനി പോലും ഭഗവാനാണെന്ന് നമ്മൾ ഈ അടുത്ത കാലത്തല്ലേ അറിഞ്ഞത്. അപ്പൊ എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുക്കുന്നുണ്ട്. എല്ലാം എന്തിനു വേണ്ടി എടുക്കുന്നത്? ധർമ്മത്തെ നിലനിർത്താനാണ് എടുക്കുന്നത്, അല്ലാതെ അധർമ്മം നിലനിർത്താനല്ല. ആ ധർമ്മത്തെ സംരക്ഷിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് ഈ ലോകം പരിപാലിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ ആ പരിപാലിക്കുന്ന ഭഗവാൻ അറിയാം ഏത് അവതാരം എടുക്കണം, എപ്പോൾ എടുക്കണം, എവിടെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം എന്ന്. അത്രയും കൃത്യനിഷ്ഠയുള്ള ആ ഭഗവാന്റെ അടുത്ത് പോകാൻ നമുക്കാണെങ്കിലോ കൃത്യനിഷ്ഠയില്ല. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഭഗവാനെ സ്വയം അറിയാൻ ശ്രമിക്കുക. ഇനിയോ അഗ്രജ എന്ന് പറയുന്നുണ്ട്. എല്ലാറ്റിനും മുമ്പ് ജനിച്ചവൻ അഗ്രജൻ. എല്ലാത്തിനും മുമ്പ് ജനിച്ചിരിക്കുന്നത് ഭഗവാനാണ്. നമുക്കതറിയാലോ. ബിഗ് ബാങ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. വേദിക് കോസ്മോളജി ക്ലാസ്സിൽ അത് പറഞ്ഞുതരാം. എല്ലാറ്റിനും മുമ്പ് ജനിച്ചിരിക്കുന്ന ഭഗവാനാണ് ഏറ്റവും മൂത്തത്. ഭഗവാനാണ് ടോപ്പിലിരിക്കുന്നത്. ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ അഗ്രജ എന്ന് വിളിക്കുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ 95-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അനന്തോ ഹുതബുക് ഭോക്ത സുഗതോ നൈഗജോ അഗ്രജ. ഈ അഗ്രജ എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാൾ മുൻപേ ഉണ്ടായിരിക്കുന്നതാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? പിന്നെന്താ? അനിർവിണ്ണഹ. അനിർവിണ്ണഹ എന്ന് പറഞ്ഞാൽ എല്ലാ കാമങ്ങളും പ്രാപിച്ചവനാകയാലും പ്രാപിക്കാതിരിക്കാൻ കാരണമില്ലായകയായാലും ഖേദമില്ലാത്തവൻ. എല്ലാ കാരണവും ഭഗവാൻ തന്നെ, കാരണമില്ലാത്തതും ഭഗവാൻ തന്നെ. അതിലൊന്നും ഭഗവാൻ ഒരു ഖേദവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും ഇല്ലായ്മയിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാ കാമങ്ങളും പ്രാപിച്ചിട്ടുണ്ട് ഭഗവാൻ. പ്രാപിക്കാതിരിക്കാൻ കാരണമില്ലായകയായതും ഭഗവാൻ തന്നെയാണ്. അപ്പോ ആ ഭഗവാനെ അനിർവിണ്ണഹ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതെ, ഭഗവാനോട് ആദ്യം നമ്മൾ നന്ദി പറയാൻ പഠിക്കണം, സത്യം. പിന്നെന്താ? സദാമർഷി. അതായത് അനിർവിണ്ണഹ സദാമർഷി ലോകാധിഷ്ഠാനം അദ്ഭുത എന്നാണ്.
അതായത് അനിർവിണ്ണഹ സദാമർഷി ലോകാധിഷ്ഠാനം അദ്ഭുത. വിഷ്ണു സഹസ്രനാമത്തിൽ 95-ാമത്തെ ശ്ലോകത്തിൽ 2-ാമത്തെ ലൈനാണത്. അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനം അദ്ഭുത. അതായത് സദാമർഷി എന്ന് പറഞ്ഞ സാധുക്കളോട് നേരിട്ട് ക്ഷമ കാണിക്കുന്നവനാണ് ഭഗവാൻ. ഞാനെന്ന ഭാവത്തിൽ അഹങ്കാരബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരാളോടും ഭഗവാൻ ക്ഷമ കാണിക്കില്ല. പ്രത്യേകം ഓർത്ത് വെച്ചോളൂ, അങ്ങനത്തെ ഒരു അഹങ്കാരബോധത്തിൽ ജീവിക്കുന്ന ആളോടും ഭഗവാൻ ക്ഷമ കാണിക്കില്ല. സാധുക്കളോട് നേരിട്ട് സഹനം, ക്ഷമ കാണിക്കും ഭഗവാൻ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സാധുവായി ജീവിക്കുക, ഞാനെന്ന ഭാവത്തിൽ ജീവിക്കാതിരിക്കുക. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല ഭഗവാനെ, അങ്ങ് തീരുമാനിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂ, അങ്ങയുടെ തീരുമാനമേ എൻ്റെ ജീവിതത്തിൽ നടക്കൂ, അല്ലെങ്കിൽ അങ്ങ് എന്ത് പറയുന്നു അതുപോലെ ഞാൻ ജീവിക്കുക, സഹജീവികളോട് ഞാൻ എന്നും കരുണയുണ്ടാവും, എന്നെ ദ്രോഹിച്ചവനോട് പോലും എനിക്ക് ദ്രോഹിക്കണം എന്ന മനസ്ഥിതി ഇല്ല ഭഗവാനെ എന്ന മനോഭാവത്തിൽ ജീവിച്ചു പോവാം. ഒരാൾ ദ്രോഹിക്കാൻ വന്നാലും ഉപദ്രവിക്കാൻ വന്നാലും നശിപ്പിക്കാൻ വന്നാലും ഭഗവാന് സമർപ്പിച്ചു കൊടുക്കുക. ഭഗവാൻ നോക്കിക്കോളും. അത് നമ്മൾ അതിന്റെ മുകളിൽ ടെൻഷൻ അടിച്ച് എന്നോട് ഇങ്ങനെ ചെയ്തു അപ്പൊ 10 ഞാൻ തിരിച്ചു ചെയ്യും എന്ന മനോഭാവത്തിൽ ജീവിക്കേണ്ട. സാധുവായിരിക്കുന്നവരോടാണ് ഭഗവാന് കൂടുതൽ പ്രിയം. മനസ്സിലായില്ലേ? സാധുക്കളോട് ഭഗവാന് വല്ലാത്തൊരു ഇഷ്ടമാണ്. അപ്പൊ സാധുക്കളെ എന്നും സഹായിക്കാൻ ശ്രമിക്കുക, അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കുക, അവരെ മനസ്സുകൊണ്ട് സ്വീകരിക്കുക, അവർ മനുഷ്യരാണെന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സാധുക്കളോട് നേരിട്ട് ഒരു ക്ഷമ കാണിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ സദാമർഷി എന്ന് വിളിക്കുന്നത്. ഇനിയോ ലോകാധിഷ്ഠാനം അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനം അദ്ഭുത എന്നാ പറയുന്നത്. അതിൽ ലോകാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾക്കും ആശ്രയമായി സ്ഥിതി ചെയ്യുന്നവനാണ് ഭഗവാൻ. 3 ലോകങ്ങൾക്കും ഭഗവാൻ ആശ്രയമാണ്. നമ്മൾ വിചാരിക്കും ഞാൻ വിളിച്ചാൽ ഞാനൊന്ന് ഇവിടുന്ന് ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് നാളെ രാവിലെ അവിടെ ഗുരുവായൂരെത്തി ഞാൻ ചെന്ന് ലൈൻ നിന്നല്ലേ ഒരു 1000 രൂപ നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ട് ഭഗവാനെ അങ്ങ് കണ്ടങ്ങ് തൊഴുതു വരാം. ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ 3 ലോകങ്ങൾക്കും ആശ്രയമായി സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാനെയാണ് കാണാൻ പോകുന്നത് എന്നുള്ള യാതൊരു ബോധവും ഇല്ലാതെ അങ്ങ് ടൈം അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഭയങ്കര സിമ്പിളായിട്ടൊരു ചാർട്ട് ഉണ്ടാക്കുകയാണ്. ഇന്ന് രാത്രി 8:30 മണിക്ക് ട്രെയിൻ കയറുന്നു, നാളെ മോർണിംഗ് 7:30 മണിക്ക് തൃശ്ശൂർ എത്തുന്നു, അവിടുന്ന് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ഗുരുവായൂർ എത്തുന്നു, നേരെ കുളിച്ച് ഫ്രഷായി 1 മണിക്കൂർ കൊണ്ട് അമ്പലത്തിലെത്തുന്നു, 9:30-10 മണി എന്തെങ്കിലും അവിടെ എത്തും, എന്നിട്ട് നെയ്വിളക്ക് ഷീട്ടാക്കും, എന്നിട്ട് ഞാൻ ലൈൻ നിൽക്കാതെ ഉള്ളിൽ കയറും, ഭഗവാനെ ഒന്ന് കണ്ടു തൊഴും, ഒരു പാൽപ്പായസം ഷീട്ടാക്കി നാളെ വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ചു പോരും. ഇതാണ് ആളുകളുടെ മൈൻഡ് സെറ്റ്. ഇതിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കേണ്ടത് എന്താണ്? 3 ലോകങ്ങൾക്കും ആധാരമായിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ കാണാൻ പോകാൻ നമുക്ക് ഭഗവാൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. ആ അവസരം എത്രമാത്രം കോടി ജന്മത്തിന്റെ പുണ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആശ്രയമായിരിക്കുന്ന ഭഗവാന്റെ തൃപ്പാധാര വിന്ദങ്ങൾ കാണാൻ അവിടുന്ന് എപ്പോഴാണോ സമയം കൽപ്പിക്കുന്നത് ആ സമയത്തിന് വേണ്ടി കാത്തു കെട്ടി കിടക്കുക. ആ സമയത്തിന് വേണ്ടി ഭഗവാനോട് യാചിക്കുക. എത്ര ജന്മം കഴിഞ്ഞിട്ടാണ് ഭഗവാനെ ഇന്ന് ഈ നിമിഷം അങ്ങയുടെ ഒരു ദർശനം അടിയന് ലഭിക്കുന്നത് എന്ന മനോഭാവത്തോടു കൂടി ഞാനെന്ന ഭാവം കളഞ്ഞിട്ട് സ്വയം സാധുവായി തീരുക. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല ഭഗവാനെ, അങ്ങ് വിചാരിക്കുന്നതേ എന്നിൽ സംഭവിക്കൂ എന്ന മനോഭാവത്തോടു കൂടി ഭഗവാന് നമ്മൾ എന്ത് ചെയ്യുക? ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. ഇനിയോ ലോകാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾക്കും ആശ്രയമായി സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാൻ അദ്ഭുത എന്ന് പറയുന്നുണ്ട്. ലോകാധിഷ്ഠാനം അദ്ഭുത. അദ്ഭുത എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അദ്ഭുതനായിരിക്കുന്നവൻ, അദ്ഭുതമായ സ്വരൂപമായിരിക്കുന്നവൻ, ശക്തിയായിരിക്കുന്നവൻ, വ്യാപാരമായിരിക്കുന്നവൻ, എന്ത് വേണമെങ്കിലും പറയാം. ഭഗവാൻ നമുക്ക് എല്ലാം കൊണ്ടൊരു അത്ഭുതമാണ് അല്ലേ? നമ്മൾ വിചാരിക്കും ഉണ്ണിക്കണ്ണനാണ് വായിൽ കുറച്ച് വെണ്ണ വെച്ചിട്ട് യശോദാമയെ കളിപ്പിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ചുകൊണ്ട് പോണു, അല്ലെങ്കിൽ ഗോപാലന്മാരുടെ കൂടെ ഇങ്ങനെ പശുവിനെ മേയിച്ച് നടക്കുന്നു, ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലിരുന്ന് ഓടക്കുഴൽ വിളിക്കുന്നു. ഇത്രയൊക്കെ നമ്മൾ ഭഗവാനെ കാണുന്നുള്ളൂ. ഇതിൽ നിന്നും ഒരു അത്ഭുതമാണ് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അത്ഭുതം ഈ ലോകത്തെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു കീടത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അത്ര പോലും ഇല്ലാത്ത ആൾക്കാരായ നമ്മളെ പോലും ഭഗവാൻ അറിയുന്നുണ്ട് എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇത്രയും വലിയ ഭഗവാനെ നമ്മളൊന്ന് ജപിക്കുമ്പോൾ, ഒന്ന് ധ്യാനിക്കുമ്പം അദ്ദേഹം നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഒരു കാറ്റായിട്ടും ഒരു മഴയായിട്ടും ഒരു തലോടലായിട്ടും ഒരു സാന്ത്വനമായിട്ടും അദ്ദേഹം നമ്മളിലേക്ക് വരുന്നുണ്ട്. ഒരു സുഹൃത്തായിട്ടും നമ്മളിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശരിയാവില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ശരിയാക്കി തരുന്നുണ്ട് ഭഗവാൻ. അപ്പൊ ആ ഭഗവാൻ ഇത്ര കോടി ബ്രഹ്മാണ്ടങ്ങളിലുള്ള സകല ജീവജാലങ്ങളെയും അറിയുമ്പോൾ അതിൽ എവിടെയോ ഇരിക്കുന്ന നമ്മളെയും കൂടെ ഭഗവാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഒരു പരമസത്യം നമ്മളെ അറിയുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഭഗവാന് അല്ലേ? എത്ര ഈ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 100 കോടി ജനങ്ങളുള്ളതിൽ നിന്ന് നമ്മളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പൊ ഈ ബ്രഹ്മാണ്ടം മുഴുവനുള്ള എല്ലാ ജീവജാലങ്ങളിലും വെച്ച് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഗുരുവായൂരപ്പൻ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം പുണ്യം ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ആ പുണ്യത്തെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് വരാന്നാണ് ഞാൻ പറയുന്നത്. അതിനൊരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക, സദാ ജപിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാന്റെ ദർശനത്തിനായിട്ട് കാത്തിരിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മറ്റ് ജീവിതത്തിലെ എല്ലാ വൃത്തികെട്ട
കാര്യങ്ങൾക്കും സമയം കൊടുക്കാതെ മറ്റ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടാതെ അവരുടെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞ് അതും ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു നിമിഷം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ എന്ന് തന്നെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാനെ നമ്മളിൽ നിറയ്ക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളെ കൊണ്ടെല്ലാം സാധിക്കുമെന്ന മനോഭാവത്തിൽ ഉറങ്ങിയും ഉണ്ടും കഥ പറഞ്ഞും കളി പറഞ്ഞും അങ്ങനെയുള്ള ഒരു ലൈഫിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരിക. വന്നിട്ട് നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, നല്ല നല്ല ബുക്കുകൾ വായിക്കുക, ജപിക്കുക, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാന്റെ ഭക്തരെ കുറിച്ച് കേൾക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം എന്ന് പറയുന്നുണ്ട് അല്ലെ. ശ്രവിക്കുക, കീർത്തനം ചെയ്യുക, സ്മരിക്കുക, ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും വേണ്ടിയിട്ട് പാദസേവ ചെയ്യുക. മറ്റുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളും കണ്ടു നടക്കുന്നതിലും ഭേദം ഭഗവാനെ എപ്പോൾ തീരുന്നറിയാതെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ജീവിതമാണ്. നമ്മളൊന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി, ചിലപ്പോൾ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്താൻ നമ്മൾ ഉണ്ടാവില്ല. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. ആ ജീവിതത്തില് നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാനെ കുറിച്ച് സദാ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ മോക്ഷത്തിലെത്താനുള്ള വഴി കാണിച്ചു തരൂ. ഈ വാശിയും വൈരാഗ്യവും വിദ്വേഷവും എല്ലാം മാറ്റി നിർത്തിയിട്ട് ഭഗവാനെ മോക്ഷത്തിലേക്കുള്ള വഴി കാണിച്ചു തരൂ. ഈ ജീവിതയാത്രയിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ, അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ സമസ്താപരാധങ്ങളും പുറത്തുകൊണ്ട് ഏതോ ജന്മത്തിൽ ചെയ്ത അപരാധങ്ങളെല്ലാം പുറത്തിട്ട് ഈ ജന്മത്തിൽ ശാന്തിയും സമാധാനവും താ ഭഗവാനെ. ഇപ്പൊ അനുഭവിക്കുന്ന ദുഃഖക്കടലിൽ നിന്ന് ഒരു മോചനം തരൂ ഭഗവാനെ. ഇപ്പൊ വന്നിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹം തരൂ ഭഗവാനെ. ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും സദാ ഭഗവാനോട്. ഭഗവാൻ ഉറപ്പായിട്ട് നമ്മളെ ശ്രീ നൽകി അനുഗ്രഹിക്കും. ഭഗവാന് നമ്മളോട് സഹതാപം തോന്നണം. അല്ലാണ്ട് ഞാൻ വഴിപാട് ചെയ്തിട്ടുണ്ട് ഇനി ഭഗവാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിടരുത്. എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക ഭഗവാനോട്. നമ്മൾ ഒന്നും ചോദിക്കേണ്ട, എല്ലാം ഭഗവാൻ ചോദിക്കാതെ അറിയും. പക്ഷെ എങ്കിലും നമ്മൾ ചോദിക്കുക, കാരണം നമുക്ക് ചോദിക്കാൻ ഭഗവാനേ ഉള്ളൂ എന്ന ആ ഒരു ഉത്തമ ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ 95-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അനന്തോ ഹുതബുക് ഭോക്ത സുഗതോ നൈകജോ അഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനം അദ്ഭുത. എന്ന് വെച്ചാല് ഭഗവാൻ നിത്യനാണ്, സർവശക്തനാണ്. നമ്മൾ എന്ത് ഹോമം ചെയ്താലും എന്ത് പൂജ ചെയ്താലും അത് ഭുജിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭോഗ്യരൂപമായും അചേതനമായും പ്രകൃതിയെ പോലും സംരക്ഷിക്കുന്നത് ഭഗവാനാണ്. ജഗത്തിനെ പരിപാലിക്കുന്നത് ഭഗവാനാണ്. ഭക്തന്മാർക്ക് സുഖം നൽകുന്നത് ഭഗവാനാണ്. ധർമ്മം നിലനിർത്താൻ വേണ്ടി വീണ്ടും വീണ്ടും അവതാരങ്ങൾ എടുക്കുന്നു ഭഗവാൻ. എല്ലാത്തിനേക്കാളും മുമ്പേ ജനിച്ചതാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ അഗ്രജ എന്ന് വിളിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും പ്രാപിച്ചവനാകുകയും പ്രാപിക്കാതിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. സാധുക്കളോട് ഒരു സഹനം, ഒരു ക്ഷമ കാണിക്കുന്നത് ഭഗവാനാണ്. ദയ ഭഗവാനാണ് സാധുക്കളോട് കാണിക്കുന്നത്. അതുപോലെ 3 ലോകങ്ങൾക്കും ആശ്രയമായിരിക്കുന്നതും ഭഗവാനാണ്. എല്ലാം കൊണ്ടും അത്ഭുതമാണ് ഭഗവാൻ. ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ, ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ക്ലിയർ? ഇനി 96-ാമത്തെ ശ്ലോകമാണ്. 96-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് സനാത്സനാ ധന തമ. അത് കുറച്ച് ടഫ് വേർഡാണ്, അപ്പൊ പിരിച്ചു വായിച്ചോളൂ. സനാത് എന്ന് വായിക്കും ആദ്യം. സനാധന തമ എന്ന് വായിക്കും. സനാധന തമ വായിക്കാൻ കിട്ടുന്നുണ്ടോ? സനാധന തമ. സനാധന തമ കിട്ടിയോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. എടുത്തെടുത്ത് വായിക്കൂ. സനാദ് എന്ന് വായിക്കൂ ആദ്യം. സനാദ്. ഓക്കെ. പിന്നെ സനാതന. സനാതന തമഹ എന്നാണ് ആ വാക്ക്. സനാതന തമഹ കപില കപിരപ്യയ. കപില കപിരപ്യയ സ്വസ്തിധ സ്വസ്തികൃത് സ്വസ്തി സ്വസ്തിബുക് സ്വസ്തി ദക്ഷിണ. കിട്ടിയോ? സനാധന തമ. സനാധന തമ. 2 കുത്തുവന്ന ഹാ ചേർത്ത് വായിക്കണം കേട്ടോ. സനാധന തമഹ കപിലഃ കപിരഭ്യയഃ സ്വസ്തിധ സ്വസ്തികൃത് സ്വസ്തിബുക് സ്വസ്തി ദക്ഷിണ. പൊന്നോ എന്ന് വെച്ചാല് സനാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരകാലം സ്ഥിതി ചെയ്യുന്നവൻ. എല്ലാ കാലത്തും ഉണ്ട് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ സനാത് എന്ന് വിളിക്കുന്നത്. സർവകാലങ്ങളിലും ഭഗവാനുണ്ട്. സനാതനതമഹ.
സനാതനതമഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് മുതലായ സനാതനന്മാരിലും വെച്ച് അധികം സനാതനായവൻ. അതായത് എല്ലാത്തിൻ്റെയും മുകളിൽ, അഗ്രജ എന്നർത്ഥം, എല്ലാത്തിൻ്റെ മുകളിൽ ഭഗവാനാണുള്ളത്. പിന്നെയോ കപില. കപില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപില വർണ്ണമുള്ള ബന്ധവാഗ്നിരൂപൻ, അതായത് പിങ്കള വർണ്ണമുള്ള, കപില വർണ്ണമുള്ളവൻ, അതും ഭഗവാൻ തന്നെയാണ്. ഇനി കബിഹ. കബിഹ എന്ന് പറഞ്ഞാൽ ജലത്തെ രശ്മികളെ കൊണ്ട് പാനം ചെയ്യുന്ന സൂര്യന്റെ സ്വരൂപമായവൻ. അതായത് നമ്മൾ പഠിച്ച അതേ മീനിങ് തന്നെ ഭഗവാൻ സൂര്യനാണ്, അത്രയും പഠിക്കാം. കബിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സൂര്യനാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ജലത്തെ രശ്മികളെ കൊണ്ട് പാനം ചെയ്യുന്ന സൂര്യന്റെ സ്വരൂപമായവൻ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകണ്ട. ഭഗവാൻ സൂര്യനാണ്. സൂര്യൻ ആരാന്ന് വെച്ചാൽ അത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് എന്ന് മാത്രം പഠിക്കുക. ഓക്കെ. ഇനിയോ അഭ്യയ. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അതുകൊണ്ടാണ് കൂടുതൽ കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള അർത്ഥങ്ങളിലേക്ക് പോകാത്തത്. ഇനി അപ്യയ. അപ്യയ എന്ന് പറഞ്ഞാൽ പ്രളയകാലത്തെ എല്ലാ ജഗത്തുക്കളും ആരിലേക്കുന്നോ അവൻ. നമ്മൾ പഠിച്ചു യുഗസന്ധി വരുന്ന സമയത്ത് 4 യുഗങ്ങളും കഴിഞ്ഞിട്ട് ആ യുഗം അവസാനിക്കും അല്ലെ. അപ്പൊ അവിടെ പ്രളയം വരും. 4 യുഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രളയം വരും. ആ പ്രളയകാലത്ത് പോലും സർവ്വചരാചരങ്ങളും ഭഗവാനിലേക്കാണ് ലയിക്കുന്നത്, എല്ലാം ഭഗവാനിലേക്കും. അപ്പൊ അതുകൊണ്ട് പ്രളയകാലത്ത് എല്ലാ ജഗത്തുക്കളും, ഈ ലോകം മുഴുവൻ ആരിലേക്കുന്നോ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ലയിക്കുന്നു. ആ ഗുരുവായൂരപ്പൻ നമ്മൾ എന്ത് വിളിക്കുന്നു? അപ്യയ എന്ന് വിളിക്കുന്നു. ഇനിയോ സ്വസ്ഥിത. സ്വസ്ഥിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ സ്വസ്ഥിത എന്ന് വിളിക്കുന്നത്. ഭഗവാൻ ഭക്തന്മാർക്ക് എന്ത് കൊടുക്കുന്നു? മംഗളം നൽകുന്നു. അതുകൊണ്ട് ഭഗവാനെ സ്വസ്ഥിത എന്ന് വിളിക്കുന്നു. ഇനിയോ സ്വസ്ഥിത, സ്വസ്തികൃത് എന്ന് പറയുന്നുണ്ട്. അതായത് സ്വസ്തിയെ ചെയ്യുന്നവൻ, മംഗളത്തെ ചെയ്യുന്നവൻ. മംഗളം നൽകുന്നതും ഭഗവാൻ തന്നെ, മംഗളം ഉള്ളതും ഭഗവാനിലാണ്. ആ ഭഗവാനിലുള്ള മംഗളത്തെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഭക്തന്മാർക്ക് നൽകുന്നത്. അപ്പോൾ സ്വസ്തിയെ ചെയ്യുന്നവൻ, മംഗളത്തെ ചെയ്യുന്നവൻ ആരാണ്? ഭഗവാനാണ്. ഇനിയോ സ്വസ്ഥിത, സ്വസ്തികൃത്, സ്വസ്തി എന്ന് പറയുന്നുണ്ട്. ആ സ്വസ്തി എന്ന് പറയുന്നത് മംഗളമായിരിക്കുന്ന നിജസ്വരൂപത്തോടു കൂടിയ ഭഗവാനും മംഗളമായിട്ടാണ് ഇരിക്കുന്നത്. ഭഗവാന്റെ രൂപം, ഭാവം, രീതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മംഗളമായിരിക്കുന്നതാണ് അല്ലെ. ഒരു തർക്കമില്ല, ഭഗവാൻ നല്ല മംഗള സ്വരൂപിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ സ്വസ്തി എന്ന് വിളിക്കുന്നത്, മംഗളമായിരിക്കുന്നവൻ. ഓക്കെ. ഇനി സ്വസ്തി ബുക്ക് എന്ന് പറയുന്നുണ്ട്. സ്വസ്തിത, സ്വസ്തികൃത്, സ്വസ്തി ബുക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് സ്വസ്തിയെ ഭുജിക്കുന്നവൻ, അല്ലെങ്കിൽ ഭക്തന്മാരുടെ മംഗളത്തെ രക്ഷിക്കുന്നവൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഭഗവാനോട് നമ്മൾ എപ്പോഴും യാചിക്കേണ്ടത് ഭഗവാനെ ശാന്തിയും സമാധാനവും നൽകൂ എന്നാണ്. അല്ലാണ്ട് നമുക്ക് അത് വേണം ഇത് വേണം എന്നല്ല. ഭഗവാനെ അടിയന്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകും. അവിടുത്തെ ഇംഗിതം എന്തോ അത് അടിയനിൽ നിറവേറ്റു. എനിക്കത് സാധിക്കും ഇത് സാധിക്കും എന്ന ചിന്തകളെല്ലാം മാറ്റിയിട്ട് സ്വസ്തിയെ ഭുജിക്കുന്നവൻ, ഭക്തന്മാരുടെ മംഗളത്തെ രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. നമുക്ക് ഭഗവാൻ അമംഗളമായിരിക്കുന്നതൊന്നും തരാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും ഭഗവാൻ നമുക്ക് അമംഗളം നൽകാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ തെറ്റായ ജീവിത രീതിയിലൂടെ പോയിട്ട് നമ്മൾ അമംഗളത്തെ വരവേൽക്കുകയാണ്. അത് ചെയ്യാതെ ഭഗവാനിലുള്ള ആ മംഗളം നമ്മളിലേക്ക് നൽകാൻ വേണ്ടി എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പം ഭക്തന്മാരുടെ മംഗളത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള നന്മയെ, ധർമ്മത്തെ ഭഗവാൻ എപ്പോഴും സംതൃപ്തിയോടുകൂടി രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് നമ്മുടെ ചിന്താ, വാക്ക്, പ്രവൃത്തിയെല്ലാം മലിനമാക്കിക്കൊണ്ട് തെറ്റായ വഴികളിലേക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ ഭഗവാന്റെ നാമം ജപിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ്. അതെല്ലാം മാറ്റിയിട്ട് നമ്മളിലുള്ള ആ മംഗളത്തെ ഭഗവാൻ സദാ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനിയോ സ്വസ്തി ദക്ഷിണ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്വസ്തി രൂപത്തിൽ വളരുന്നവൻ, അല്ലെങ്കിൽ സ്വസ്തി ചെയ്യുന്നതിൽ സമർത്ഥൻ, വേഗത്തിൽ സ്വസ്തിയെ ദാനം ചെയ്യുന്നവൻ. ഭഗവാനെ ഒന്ന് നമ്മൾ ചെന്ന് കണ്ടാൽ മതി, ഭഗവാൻ നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നൽകും. നമ്മൾ വിചാരിക്കുന്നതാണ് അവിടെ പോയിട്ടും കാര്യമില്ല, ഗുരുവായൂർ എത്രയോ പ്രാവശ്യം പോയി, എത്രയോ വട്ടം കൃഷ്ണാട്ടം ചെയ്തു, എത്രയോ വട്ടം അത് ചെയ്തു, നമുക്കൊന്നും ശരിയായില്ല എന്ന് നമുക്ക് തോന്നുന്നതാണ്. അത്രത്തോളം പാപം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം വളരെ അധികം അഴുക്ക് നിറഞ്ഞ ഒരു പാത്രം, ആ പാത്രം നമ്മൾ ഒരു വട്ടം തേച്ച് കഴിയുകൊണ്ട് വൃത്തിയാവില്ല, രണ്ടാമതും തേച്ച് കഴിയുകൊണ്ട് വൃത്തിയാവില്ല, മൂന്നാമതും തേച്ച് കഴിയുകൊണ്ട് വൃത്തിയാവില്ല. ഒരുപാട് വട്ടം ക്ലീൻ ചെയ്താലായിരിക്കും അത് പരിപൂർണമായിട്ടൊന്ന് നീറ്റായി കിട്ടുന്നത് അല്ലേ. അതേപോലെ എത്രയോ ജന്മങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത നമ്മൾ ഒരുപാട് ഭജിച്ചാലാണ് നമ്മളൊരു നല്ല ട്രാക്കിലേക്ക് വരിക. പെട്ടെന്നൊന്നും നമ്മളെ ലൈഫ് ഒരു ട്രാക്കിലേക്ക് വരില്ല. കാരണം പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ദുരിതം മാറണമെങ്കിൽ ഒരുപാട് കാലം നമ്മൾ പ്രാർത്ഥിക്കണം, ഒരുപാട് കാലം നമ്മൾ എന്ത് ചെയ്യണം? ജപിക്കണം. അങ്ങനെ ജപിച്ച് ഭഗവാന്റെ കാരുണ്യത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ ഭഗവാൻ വിചാരിക്കും, ശരി കുറേ നാളെ എന്നെ പ്രാർത്ഥിക്കുന്നു, പാവം ഒരുപാട് അനുഭവിച്ചു, ഇനി മതി,
എന്ന് അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരു സെക്കൻഡ് അദ്ദേഹത്തിന് ആ ഒരു ചിന്ത മതി നമ്മളുടെ ഈ ജന്മം മോക്ഷത്തിലേക്ക് എത്താൻ. ഒരിക്കലും നമ്മൾ വേദന അറിയാത്ത ഒരു സമാധാന പരിപൂർണമായിരിക്കുന്ന ഒരു ജീവിതം, അതായത് ആഗ്രഹങ്ങളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ശാന്തിയും സമാധാനവുമായി മാറും. അങ്ങനെ മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ആ ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്വസ്തി ദക്ഷിണ എന്ന് വിളിക്കുന്നു. അപ്പൊ 96-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് എന്താണ്? വായിക്കാൻ കിട്ടിയോ 96-ാമത്തെ ശ്ലോകം? സനാതന തമഹ കപിലഹ കപിരപ്യയ സ്വസ്തിധ സ്വസ്തികൃത് സ്വസ്തി സ്വസ്തിബുക് സ്വസ്തി ദക്ഷിണ. അതായത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന, ചിരകാലം സ്ഥിതി ചെയ്യുന്ന, ബ്രഹ്മാവ് മുതലായ സനാതന്മാരിൽ വെച്ചും അധികം മുമ്പേ വന്നിരിക്കുന്ന, കപിലവർണ്ണമുള്ള ആ ഒരു ബന്ധവാഗ്നി രൂപമായിരിക്കുന്ന, സൂര്യനായിരിക്കുന്ന, അതുപോലെ പ്രളയകാലത്ത് എല്ലാ ജഗത്തുക്കളും ആരിൽ ലയിക്കുന്നോ ആ ഭഗവാനെ, ഭക്തന്മാർക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്ന, സ്വസ്തിയെ പ്രദാനം ചെയ്യുന്ന, അതായത് മംഗളത്തെ നൽകുന്ന, മംഗളമായിരിക്കുന്ന നിജസ്വരൂപത്തോടു കൂടിയിരിക്കുന്ന, സ്വസ്തിയെ ഭുജിക്കുന്ന അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ആ മംഗളത്തെ രക്ഷിക്കുന്ന, സ്വസ്തി രൂപത്തിൽ ദക്ഷിക്കുന്ന അല്ലെങ്കിൽ വളരുന്നവൻ, അല്ലെങ്കിൽ സ്വസ്തി ചെയ്യുന്നതില് സമർത്ഥനായിരിക്കുന്ന, വേഗത്തിൽ മംഗളം നൽകി അനുഗ്രഹിക്കുന്ന ആ ഭഗവാന്റെ, ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാം. ഓക്കെ, ഇനി 97-ാമത്തെ ശ്ലോകമാണ്. 97-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ അരൗദ്ര കുണ്ഡലി ചക്രി വിക്രമൂർജിത ശാസന. വിക്രമൂർജിത ശാസന. വിക്രമ്യൂർജിത, മൂവല്ല മ്യൂ, വിക്രമ്യൂർജിത ശാസന. അരൗദ്ര കുണ്ഡലി ചക്രി വിക്രമ്യൂർജിത ശാസന. ശബ്ദാദിഗഃ ശബ്ദാദിഗഃ ശബ്ദസഹ ശബ്ദാദിഗഃ ശബ്ദസഹ ശിശിരഃ ശിശിരഃ ശർവരീകര ശർവരീകര. വായിക്കാൻ കിട്ടിയോ? അരൗദ്ര കുണ്ഡലി ചക്രി വിക്രമൂർജിത ശാസനഃ ശബ്ദാദിഗഃ ശബ്ദസഹ ശിശിരഃ ശർവരീകരഃ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ആ രൗദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമം, രാഗം, കോപം എന്നീ രൗദ്രങ്ങളില്ലാത്തവൻ. ചില വ്യക്തികളുണ്ട് ഭയങ്കര കാമമാണ്. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് സെക്ഷൽ മൈൻഡാണെന്ന് ചിന്തിക്കരുത്. കാമം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും അത്യാർത്തിയാണ്. അവർക്ക് ഇതിണ്ട്, എനിക്കത് വേണം, എനിക്കിത് വേണം. എത്ര കിട്ടിയാലും ആ ഒരു അത്യാർത്തി തീരില്ല. ജീവിതത്തിൽ എപ്പോഴും എന്തിനോടെങ്കിലും അത്യാർത്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കാമമില്ലാത്ത, രാഗമില്ലാത്ത, അതുപോലെ തന്നെ എന്താണ്, കോപമില്ലാത്ത ഒരാളാണ് ഭഗവാൻ. അപ്പൊ നമ്മൾ പറയാം അപ്പൊ നരസിംഹ ഭഗവാനായിട്ട് വന്ന്, അതെല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ്. ധർമ്മത്തെ സംരക്ഷിക്കാൻ ഭഗവാൻ എടുക്കുന്ന അവതാരങ്ങളാണ്. അതർവൈസ് നമ്മളോടൊക്കെ ഭഗവാൻ, നമ്മുടെയൊക്കെ സ്വഭാവം വെച്ച് ഭഗവാൻ നമ്മളെ എന്താക്കി തീർക്കണം അല്ലേ? അപ്പോൾ ഭഗവാൻ ഒരിക്കലും അങ്ങനെ ഒരു കോപമോ അല്ലെങ്കിൽ കാമമോ രാഗമോ ഒന്നുമില്ല. ആ രൗദ്ര എന്നാണ് പറയുന്നത്. ഭക്തരിനി അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്താലും ഭഗവാനേന്ന് വിളിച്ചാൽ നമ്മളെക്കാൾ മുമ്പേ ഭഗവാൻ കരയും. അതാണ് ഭഗവാന്റെ രീതി. അത്രയും ഭക്തന്മാരോട് അല്ലെങ്കിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരോട് ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണേ. അദ്ദേഹത്തിന്റെ നാമം സ്ഥിരമായിട്ട് ചൊല്ലുന്നവരോട് ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ് ഭഗവാന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും. നാരായണ 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 നാരായണ, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും അത് നാമിൻ തുമ്പിൽ നിന്ന് ആ വാക്ക് പോകാതിരിക്കട്ടെ. എന്ത് പറയാം, കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ നാരായണ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എന്താണ്, ഭഗവാൻ അരൗദ്രനാണ്. ഭഗവാൻ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും നമ്മൾ പറയൂ ഭഗവാനെ തെറ്റുപറ്റിപ്പോയി, സോറി ഭഗവാനെ ക്ഷമിക്കണേ എന്നൊക്കെ പറയും. പക്ഷെ ഭഗവാൻ എന്താ, ഓട്ടെ സാരില്ല എന്ന് പറയും ഭഗവാൻ. അതാണ് ഗുരുവായൂരപ്പൻ. മനസ്സിലായി? അത്രയും അറ്റാച്ച്മെന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ഗുരുവായൂരപ്പനോട്. നമുക്ക് നമ്മളെ ഭഗവാൻ കാണുകയാണ് ചെയ്യേണ്ടത്, അല്ല നമ്മൾ ഭഗവാനെ കാണാൻ പോകും, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെയാണ് കാണേണ്ടത് അല്ലെ? അദ്ദേഹം നമ്മളെയാണ് കാണേണ്ടത്. നമ്മൾ ഭഗവാനെ കാണാൻ പോവല്ല ചെയ്യുന്നത് ഗുരുവായൂര്. അദ്ദേഹം നമ്മളെ കാണാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈസി വേണം. എപ്പോഴും നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഗുരുവായൂരപ്പന്റെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എത്ര നാമങ്ങളുണ്ട് ഭഗവാന്, മാധവ, കൃഷ്ണ, എത്ര നാമങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരു നാമം എപ്പോഴും നാവിൻ തുമ്പിൽ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ കാമം, രാഗം, കോപം ഇങ്ങനെയുള്ള യാതൊരുവിധ രൗദ്രങ്ങളും ഇല്ലാതിരിക്കുന്ന ആ ഭഗവാൻ
കുണ്ടലി എന്ന് പറയുന്നത്. ആ രൗദ്ര കുണ്ടലി, കുണ്ടലി എന്ന് പറഞ്ഞാൽ ആദിശേഷന്റെ രൂപം ധരിച്ചിരിക്കുകയാണ് ഭഗവാൻ. നമ്മൾ പഠിച്ചു ആദിശേഷനായിരിക്കുന്ന ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ആ ആദിശേഷനായ രൂപം ധരിച്ച് സൂര്യമണ്ഡലത്തിന് തുല്യമായ രൂപം ധരിച്ചിരിക്കുകയാണ് ഭഗവാൻ. സൂര്യമണ്ഡലത്തിന് തുല്യമായിട്ടും ഭഗവാൻ രൂപം ധരിച്ചിരിക്കുകയാണ്. സർവ്വചരാചരങ്ങളും ഗ്രഹവ്യൂഹങ്ങളും നക്ഷത്ര സമൂഹങ്ങളും കോടാനുകോടി ജീവിവർഗങ്ങളും ആരാണെന്ന് ചോദിച്ചാൽ സകല ബ്രഹ്മാണ്ടങ്ങളിലും സ്ഥിതി ചെയ്യുന്ന അഖില കോടി ബ്രഹ്മാണ്ട നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ, അതായത് ആദിശേഷന്റെ രൂപം ധരിച്ചിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ. ഇനിയോ ചക്രി എന്ന് പറയുന്നുണ്ട്. സുദർശന ചക്രത്തോടു കൂടിയാണ് ഭഗവാൻ ഇരിക്കുന്നത് അല്ലെ. ഇവിടെ പറയുന്നു ചക്രി എന്ന് പറയുമ്പോ ആ സുദർശന ചക്രവും ധരിച്ചുകൊണ്ട് വിക്രമി എന്ന് പറയുന്നുണ്ട്. എന്താണ്? അരൗദ്ര കുണ്ടലി ചക്രി വിക്രമൂർജിത ശാസന. ആ വിക്രമി എന്ന് പറഞ്ഞാൽ എല്ലാവരെക്കാളും ശൗര്യമുള്ളവനാണ് ഭഗവാൻ. നമ്മൾ പറയും ഭയങ്കര ശൂരവനാണ്, ഭയങ്കര ശൗര്യമാണ്. എല്ലാരെക്കാളും ഗത്തുണ്ട് ഭഗവാന്, എല്ലാത്തിനേക്കാളും ഒരു ശൗര്യമുണ്ട് ഭഗവാന്. അതുകൊണ്ടാണ് ഭഗവാനെ വിക്രമി എന്ന് വിളിക്കുന്നത്. ഊർജിത ശാസനഹ എന്ന് പറയുന്നുണ്ട്. ഊർജിത ശാസനഹ എന്ന് പറഞ്ഞ വിക്രമൂർജിത ശാസനഹ. വിക്രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? വിക്രമി എന്ന് പറഞ്ഞാൽ ശൗര്യത്തോടു കൂടിയിരിക്കുന്ന ഊർജിത ശാസനഹ, അത്യുത്കൃഷ്ടമായിരിക്കുന്ന സ്മൃതി രൂപശാസനമുള്ളവനാണ്. അത്യുത്കൃഷ്ടമായിരിക്കുന്ന ആരാലാലും മോഹിക്കപ്പെടുന്ന ശ്രുതിയുണ്ട് ഭഗവാന്, സ്മൃതിയുണ്ട് ഭഗവാന്, രൂപമായിരിക്കുന്ന ശാസനമുള്ളവനാണ് ഭഗവാൻ. നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നു അത് ഭഗവാൻ അറിയുന്നു. എത്ര സ്നേഹത്തോടെ ഇരിക്കുന്നു അത് ഭഗവാൻ അറിയുന്നു. എത്ര ദയോടെ ഇരിക്കുന്നു അത് ഭഗവാൻ അറിയുന്നു. സമസ്തവും അറിഞ്ഞുകൊണ്ട് അതിഗംഭീരമായിരിക്കുന്ന ശൗര്യത്തോടുകൂടി സുദർശനത്തെ ധരിച്ചുകൊണ്ട് ആദിശേഷന്റെ രൂപത്തിൽ, സൂര്യമണ്ഡലത്തിന്റെ രൂപത്തിൽ പോലും ഭഗവാൻ എന്ത് ചെയ്യുന്നു? കാമം, രാഗം, കോപം, രൗദ്രം ഒന്നുമില്ലാതെ ഭഗവാൻ നിലനിന്നുകൊണ്ടുവരികയാണ്. ഇനിയോ ശബ്ദാധിക. ശബ്ദാധിക എന്ന് പറഞ്ഞാൽ ശബ്ദം കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തവനാണ് ഭഗവാൻ. ഈ ഭഗവാനെ നമ്മൾ സഹസ്രനാമത്തിലെ 1000 നാമങ്ങൾ കൊണ്ട് പോലൊന്നും പറഞ്ഞാൽ തീരില്ല ഭഗവാനെ. ഇങ്ങനെയുള്ള കോടാനുകോടി സഹസ്രനാമങ്ങൾ എടുത്താലും നമുക്ക് ഭഗവാനെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നമ്മുടെ ശബ്ദമോ ജന്മമോ മതിയാവില്ല അദ്ദേഹത്തെ കുറിച്ച് പറയാൻ. അതുകൊണ്ട് ശബ്ദാധിക എന്ന് പറയുന്നു. ശബ്ദം കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തവനാണ് ഭഗവാൻ. പിന്നെയോ ശബ്ദസഹ. ശബ്ദസഹ എന്ന് പറഞ്ഞാൽ എല്ലാ വേദങ്ങളാലും താല്പര്യ രൂപത്തിൽ വർണ്ണിക്കപ്പെടുന്നവൻ. ഏത് വേദങ്ങൾ എടുത്താൽ അത് ഭഗവാനെയാണ് വർണ്ണിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ പറയും ആ വേദത്തിൽ അതേപറ്റി പറയുന്നു, ഈ വേദത്തിൽ ഇതേപറ്റി പറയുന്നു. ഈ പറയുന്നതെല്ലാം ഭഗവാനെ കുറിച്ചാണ്. ഏത് ദേവതകളായാലും ശരി, ഏത് ദേവനായാലും ശരി, അതെല്ലാം അടങ്ങിയിരിക്കുന്നത് ഭഗവാനിലാണ്. അതുകൊണ്ടാണ് ഏത് യാഗം നടത്തിയാലും അവസാനമായി അത് ഭുജിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഭഗവാനാണ് ഭുജിക്കുന്നത്, അത് കൈക്കൊള്ളുന്നത് ഭഗവാനാണെന്ന് പറയുന്നത്. എന്ത് ഹോമം ചെയ്താലും ശരി, അത് പരിപൂർണമായി സ്ഥിതി ചെയ്യണമെങ്കിൽ ഭഗവാന്റെ നാമം ചൊല്ലി വേണം നമ്മളത് സ്ഥിതി ചെയ്യിപ്പിക്കാൻ. എത്ര വലിയ ഹോമം ചെയ്താലും അവസാനം നാരായണേതി സമർപ്പയാമി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ ഹോമത്തിനൊരു ഗുണവുമില്ല. ഭഗവാന്റെ നാമം, ഭഗവാൻ സൃഷ്ടിസ്ഥിതി എന്താ പറയുന്നത്, സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂന്നായി കാണാൻ പാടില്ല. മൂന്നും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെ സ്ഥിതി നമുക്ക് വേണ്ടത് നിലനിൽപ്പാണ്. ആ നിലനിൽപ്പിന് വേണ്ടി ആരെ നാമം ജപിക്കേണ്ടത്? സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ നാമം. ഏത് പൂജ ചെയ്തോട്ടെ, ഏത് വഴിപാട് ചെയ്തോട്ടെ, എന്തും ചെയ്തിട്ട് അവസാനം ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അത് പൂർത്തിയാക്കാൻ. അതിനി നിങ്ങൾ ലളിത സഹസ്രനാമം ചൊല്ലുകയാണെങ്കിൽ അവസാനം ഭഗവാന്റെ ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക. ഇനി ഏത് നാമം ചൊല്ലിയാലും ശരി, ഏത് ക്ഷേത്രത്തിൽ പോയാലും ശരി, ഭഗവാന്റെ നാമം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അവസാനം ഭഗവാന്റെ നാമം ചൊല്ലാൻ നമ്മൾ പഠിക്കണം. എല്ലാ വേദങ്ങളാലും താല്പര്യ രൂപത്തിൽ വർണ്ണിക്കപ്പെടുന്നതും ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. പിന്നെ ശർവരീകര എന്ന് പറയുന്നുണ്ട്. ശിശിര, ശബ്ദാധിക, ശബ്ദസഹ, ശിശിര, ശർവരീകര എന്നാ പറയുന്നത്. ത്രാപത്രയത്താൽ തപിക്കപ്പെട്ടവർക്ക് വിശ്രമസ്ഥാനമായവനും ഭഗവാനാണ്. ഏത് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, ഏത് വേദനകളിലൂടെ കടന്നു പോകുന്നവനായിക്കോട്ടെ, എന്ത് രോഗം വന്നവനായിക്കോട്ടെ, എത്ര ഇല്ലാത്തവനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇനി മരിച്ചും പോയിക്കോട്ടെ, എല്ലാവർക്കും വിശ്രമസ്ഥാനം എവിടെയാണ്? ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങൾ തന്നെയാണ്. സെപ്പറേറ്റ് സ്ഥലവും നമ്മൾ അന്വേഷിക്കേണ്ട. അവസാനം സർവചരാചരങ്ങളും എത്തിച്ചേരുന്നത് ഭഗവാനിൽ തന്നെയാണ്. ശർവരീകര എന്ന് പറയുന്നു. ശർവരീകര എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും രാത്രിയെ ചെയ്യുന്നവൻ. അജ്ഞാനികൾക്ക് ആത്മാവും ജ്ഞാനികൾക്ക് സംസാരവും ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ അജ്ഞാനികളായിരിക്കുന്നവർക്ക് ശരീരമാണോ ആത്മാവാണോ നമ്മളെന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞൂടാ. ശരീരമാണോ നമ്മൾ ആത്മാവാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാം. അവർ പറയും നമ്മൾ ശരീരമാണ്, ഈ ശരീര സുഖത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ അവർ അജ്ഞാനിയായി തുടരുന്നു. എന്നാൽ ജ്ഞാനിയായിരിക്കുന്ന ഒരാൾ എന്താ പറയാ? ശരീരം എന്ന് പറയുന്നത് ആത്മാവിനെ സ്ഥിതി ചെയ്യാനുള്ള ഒരു എന്താണ്, നശ്വരമായിരിക്കുന്ന അഡ്രസ് മാത്രമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ട് നാളെ ഏത് ശരീരം നമ്മൾ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും ഭഗവാൻ തുല്യമാണ്. പക്ഷേ അജ്ഞാനിയായിരിക്കുന്ന ഒരാളെ ജ്ഞാനത്തിലേക്ക് ഭഗവാൻ എന്ത് ചെയ്യും?
ഭഗവാൻ വഴി നടത്തിയിരിക്കും. ഉറപ്പായിട്ടും അജ്ഞാനത്തിൽ നിന്ന് ഭഗവാൻ കരകയറ്റും എന്നാണ് പറയുന്നത്. അപ്പോ അരൗദ്ര കുണ്ടലീ ചക്രീ വിക്രമൂർജിത ശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിരാ ശർവരീകര എന്നാണ് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിലെ 97ാമത്തെ ശ്ലോകം. അതായത് കാമം, രാഗം, കോപം എന്നീ രൗദ്രങ്ങളില്ലാത്ത ആദിശേഷന്റെ രൂപം ധരിച്ചുകൊണ്ട്, സൂര്യമണ്ഡലത്തിന്റെ തുല്യമായിരിക്കുന്ന രൂപവും ധരിച്ചുകൊണ്ട്, സുദർശന ചക്രം ധരിച്ച്, എല്ലാവരെക്കാളും ശൗര്യത്തോടുകൂടി, അത്യുത്കൃഷ്ടമായിരിക്കുന്ന സ്മൃതി രൂപമായിരിക്കുന്ന ശാസന രൂപത്തോടുകൂടി, ശബ്ദം കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എല്ലാ വേദങ്ങളാലും തൽപര രൂപത്തിൽ ഭഗവാനെ തന്നെയാണ് എല്ലാ വേദങ്ങളും വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. താപത്രയത്താൽ തപിക്കപ്പെട്ട എല്ലാവർക്കും വിശ്രമസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാൻ ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും ഒരേപോലെ ശർവശരിയെ, അതായത് രാത്രിയെ പ്രധാനം ചെയ്തുകൊണ്ട്, അജ്ഞാനികൾക്ക് ആത്മാവും ജ്ഞാനികൾക്ക് സംസാരവും ശർവരിയാക്കിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ നിലകൊള്ളുകയാണ്. ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, ഇനി 98ാമത്തെ ശ്ലോകമാണ്. 98ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്രൂര പേശലോ അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണഃ അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണഃ ക്ഷമിണാം വരഃ വിദത്തമോ വീതഭയഃ പുണ്യശ്രവണ കീർത്തനഃ. ക്ലിയർ? കിട്ടിയോ? അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണഃ ക്ഷമിണാം വരഃ വിദത്തമോ വീതഭയഃ പുണ്യ ശ്രവണ കീർത്തനഃ എന്ന് വെച്ചാല് ആ ക്രൂര എന്ന് പറഞ്ഞാൽ ക്രൂരതയില്ലാത്തവൻ. ഭഗവാൻ ഒരിക്കലും ക്രൂരമായ സ്വഭാവമല്ല. നമ്മളെപ്പോഴും പറയുന്നത് എന്താ? എന്തിനാ ഭഗവാൻ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അയ്യോ, ഇത് ഭഗവാൻ ദ്രോഹിക്കുന്നതോ ഭഗവാൻ വേദനിപ്പിക്കുന്നതോ അല്ല, നമ്മുടെ കയ്യിലിരിപ്പായിരുന്നു. നമ്മൾ ഇന്ന് എന്താണോ ചെയ്യുന്നത് അതിനുള്ള അനുഭവമാണ് നമ്മൾ ഓരോ ജന്മത്തിലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്രൂരമാണ് ഭഗവാൻ, ക്രൂരതയില്ലാത്തവനാണ് ഭഗവാൻ. ആരെയും വേദനിപ്പിക്കുന്നതും ആർക്കും മഹാരോഗം തരുന്നതും ആരെയും ഒറ്റപ്പെടുത്തുന്നതും അപകടപ്പെടുത്തുന്നതൊന്നും ഭഗവാനല്ല. ഭഗവാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഭഗവാൻ ഒരിക്കലും ഒരു ജീവികളോടും അങ്ങനെ ക്രൂരമായി പെരുമാറാൻ ഭഗവാന് സാധിക്കില്ല. നമ്മൾ ചെയ്തു പോയ തെറ്റിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പേശലഹ എന്ന് പറഞ്ഞാൽ കർമ്മം, മനസ്സ്, വാക്ക്, ശരീരം ഇവയെല്ലാം കൊണ്ടും സുന്ദരമായിരിക്കുകയാണ് ഭഗവാൻ, അല്ലെ? ഭഗവാന്റെ കർമ്മങ്ങൾ നോക്കുകയാണെങ്കിലും ശരി, വാക്കായാലും ശരി, മനസ്സായാലും ശരി, എല്ലാം കർമ്മം, മനസ്സ്, വാക്ക്, ശരീരം ഇവ കൊണ്ടെല്ലാം സുന്ദരമാണ് ഭഗവാൻ. ഭഗവാൻ ഭയങ്കര കോമളനാണ്, ആരാലും ആകർഷിക്കപ്പെടുന്ന രൂപമാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ പറ്റി പറയുന്നവരോടൊക്കെ നമുക്കൊരു വല്ലാത്തൊരു ആകർഷണമാണ്, അല്ലെ? അപ്പൊ ആ വാക്കിൽ പോലും ആകർഷണം ഉണ്ടെങ്കിൽ ഭഗവാനിൽ എത്രമാത്രം ആകർഷണം ഉണ്ടാവും ആലോചിച്ച് നോക്കൂ. അപ്പൊ ഭഗവാന്റെ കർമ്മം, മനസ്സ്, വാക്ക്, ശരീരം ഇവയെല്ലാം കൊണ്ട് ഭഗവാൻ എന്താണ്? സുന്ദരനാണ്. ഇനിയോ ദക്ഷഃ എന്ന് പറഞ്ഞാൽ വളർച്ചയോട് കൂടിയവൻ, ശക്തിമാൻ, വേഗത്തിൽ കാര്യം ചെയ്യുന്നവൻ എന്നീ 3 ഗുണങ്ങളും ചേർന്നതാണ് ഭഗവാൻ. വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലോ ഭഗവാനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. ഇനി ശക്തിയുടെ കാര്യത്തിലാണെങ്കിലോ ഭഗവാനേക്കാളും മുന്നേ ശക്തിയുള്ള ഒരാളും ഇല്ല, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ശക്തിയുള്ള ഒരാളില്ല. വേഗത്തിന്റെ കാര്യത്തിലാണെങ്കിലോ വായുവിനേക്കാൾ മുമ്പെയാണ് ഭഗവാൻ സഞ്ചരിക്കുക. ഭഗവാൻ നമ്മുടെ മനസ്സിന്റെ വേഗതയേക്കാൾ കൂടുതൽ ഭഗവാൻ സഞ്ചരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിൽ നിന്ന് ഭഗവാനെ നമ്മൾ നാമം ചൊല്ലുകയാണെങ്കിൽ ഭഗവാൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുമ്പേ നമ്മളുടെ അടുത്തെത്തും എന്നാ പറയുന്നത്. മനസ്സിലായി? അപ്പൊ അത്രയും വേഗതയുള്ള ഈ 3 ഗുണങ്ങളും ചേർന്നവനാണ് ആര്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ദക്ഷഃ എന്ന് വിളിക്കുന്നത്. ഇനിയോ ദക്ഷിണഃ, ദക്ഷിണായിരിക്കുന്നു ഭഗവാൻ തന്നെയാണ്. മനസ്സിലായി? അതുകൊണ്ട് ഭഗവാനെ ദക്ഷിണഃ എന്ന് വിളിക്കുന്നു. ഇനി ക്ഷമിണാം വരഃ, എന്നാൽ ക്ഷമയുള്ളവരായിരിക്കുന്ന യോഗികളിലും ഭാരം ധരിക്കുന്ന ഭൂമി മുതലായവരിലും വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ. നമ്മൾ പറയും യോഗികൾക്ക്, സന്യാസികൾക്കൊക്കെ ഭയങ്കര ക്ഷമയാണ്. എന്ത് ചെയ്താലും ഭഗവാന് നമ്മൾ പറയാറുണ്ട്, സാത്വികമായി ജീവിക്കുന്നവർക്ക് വല്ലാത്ത ക്ഷമയാണ്. അവരെത്ര ദ്രോഹിച്ചാലും അവർ ക്ഷമയോട് കൂടിയിരിക്കും. അത്രയും ക്ഷമ നമ്മളിലൊന്നും ഇല്ല കേട്ടോ. ഇനി ഭൂമിയുടെ കാര്യം നോക്കുകയാണെങ്കിലോ എന്തുമാത്രം ഭാരമുണ്ട് ഈ ഭൂമിക്ക്, അല്ലെ? എത്ര ഭാരങ്ങൾ ഭൂമിദേവി താങ്ങുന്നുണ്ട്, എന്തുമാത്രം ഭാരം താങ്ങുന്നു, എത്രമാത്രം അനീതികൾ ഭൂമിദേവി സഹിക്കുന്നുണ്ട്. ആ ഭൂമിദേവിയേക്കാളും കൂടുതൽ ക്ഷമ ആർക്കുണ്ട്? ഭഗവാനുണ്ട്. അതുപോലെ ഇത്രയും ക്ഷമയുള്ള മുനി ശ്രേഷ്ഠന്മാരെക്കാളും കൂടുതൽ എന്തുണ്ട്? ക്ഷമ ഭഗവാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മളെ പോലുള്ളവർ ഇത്രയധികം കോടി ജന്മങ്ങൾ കൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടും ഭഗവാൻ വീണ്ടും വീണ്ടും ക്ഷമിച്ച് ഈ ജന്മത്തിലും ഭഗവാന്റെ നാമം ചൊല്ലാനുള്ള അനുവാദം ഭഗവാൻ നമുക്ക് തന്നത്. അപ്പൊ അത്രയും ക്ഷമിക്കുന്ന ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ക്ഷമിണാം വരഃ എന്ന് വിളിക്കുന്നു. ഇനിയോ വിദത്തമഃ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന
നിരതിശയജ്ഞാനമുള്ള ഭഗവാൻ എല്ലാം ഉൾക്കൊള്ളും, നല്ലതും ചീത്തയായിരിക്കുന്ന എല്ലാം ഉൾക്കൊള്ളും. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഭഗവാന്റെ നാമം ചോദിക്കും, ഭഗവാൻ എൻ്റെ കൂടെയുള്ളത്, എൻ്റെ വാക്ക് മാത്രമേ ഭഗവാൻ കേൾക്കൂ, എൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കൂ. അങ്ങനെയൊന്നല്ല, നല്ലതും ചീത്തയൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരെയും അറിയുന്നു, എല്ലാത്തിലും ഭഗവാൻ കുടികൊള്ളുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ഒരാളെയും ചെറുതെന്നോ വലുതെന്നോ കാണാൻ പാടില്ല. സർവ്വചരാചരങ്ങളിലും ആ പരമദിവ്യോത്തമ പുരുഷൻ കുടികൊള്ളുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആരെ കാണുമ്പോഴും നമസ്തേ എന്ന് പറയുന്നത്. നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമിക്കുന്നു. എല്ലാ സർവ്വചരാചരങ്ങളിലും എല്ലാ മനുഷ്യരിലും നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ കാണാൻ ശ്രമിക്കണം. നമ്മൾ ആരെയും പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. അവരെക്കാൾ കൂടുതൽ നാമം ചൊല്ലുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഭക്തി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ മറ്റൊരാളെ താഴ്ത്തരുത്. അവർക്ക് ഭഗവാൻ അറിയാനുള്ള സമയം നമ്മളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുന്നത്. അതും മനസ്സിലാക്കി കൊടുക്കുക. നമ്മളുടെ ജീവിത രീതി കണ്ടായിരിക്കും അവർ ചിലപ്പോൾ മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സർവ്വചരാചരങ്ങളിലും ഭഗവാനുണ്ട്. ഇപ്പോൾ ഒരു പൊടി പിടിച്ച് കിടക്കുന്ന ഒരു വീട്, നല്ലൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ലൈറ്റിന് ചുറ്റുമുള്ള പൊടിയൊക്കെ മാറ്റി ആ വീടും വൃത്തിയാക്കി കഴിഞ്ഞാൽ കൂടുതൽ പ്രകാശമാവും. അപ്പൊ അതേപോലെ നമ്മൾ വിചാരിക്കരുത് ഭഗവാനെ അറിയാതെ ജീവിക്കുന്ന ഒരാൾ ഒരു വേസ്റ്റ് ആണ്, അവരെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് ചിന്തിക്കരുത്. അവരിലുള്ള ആ അജ്ഞതയെ മാറ്റിയിട്ട് ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള ദൗത്യം നമ്മുടേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. ഇനി എന്താ പറയണത്? വീതഭയഹ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന നിരതിശയജ്ഞാനമുള്ള ആ ഭഗവാൻ. ഇനിയോ സർവേശ്വരനും നിത്യമുക്തനുമാകയാൽ സംസാര രൂപമായിരിക്കുന്ന ഭയമില്ലാത്തവൻ. ഭഗവാൻ സർവേശ്വരനാണ്, നിത്യമുക്തനാണ്. ഭഗവാൻ ഒന്നിലും പോയി പെടില്ല. ഭഗവാൻ സർവേശ്വരനാണ്. എല്ലാ ദൈവങ്ങളുടെയും മുകളിൽ 33 ദേവഗണങ്ങൾക്കും 80 ദശലക്ഷം ജീവിവർഗങ്ങൾക്കും കിംപുരുഷന്മാർക്കും എല്ലാവർക്കും ഭഗവാൻ ആരാണ്? ഈശ്വരനാണ്. സകല ബ്രഹ്മാണ്ടങ്ങളിലുള്ളവർക്ക് ഭഗവാൻ ഈശ്വരനാണ്, സർവേശ്വരനാണ്, നിത്യമുക്തനാണ് ഭഗവാൻ. എല്ലാത്തിൽ നിന്നും ഭഗവാൻ വെളിയിലാണ്, മുക്തിയിൽ നിത്യമുക്തനായിരിക്കുന്ന ആ ഭഗവാൻ സംസാര രൂപമായിരിക്കുന്ന ഭയമില്ലാത്തവനാണ്. സംസാര രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണ് ഈ ടെൻഷൻ മുഴുവൻ. ഭഗവാനെ, ഈ ലോകത്തിൽ എനിക്ക് ആ പ്രശ്നം, ഈ പ്രശ്നം, അത് ഇത് 100 പ്രശ്നങ്ങളാണ് നമുക്ക്. പക്ഷെ ഇങ്ങനെയുള്ള യാതൊരുവിധ സംസാരമായിരിക്കുന്ന ഭയവും ഭഗവാനെ അലട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംസാര ഭയവും ഇല്ലാത്ത ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിനോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മൾ പോവുകയാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ഭൗതികതയോടുള്ള ഒരു ആക്രാന്തം നമ്മൾ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ ശ്രമിക്കുക. എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇത്ര സെന്റ് സ്ഥലം വേണം, ഇങ്ങനെ വീട് വെക്കണം. ഈ ആക്രാന്തത്തിൽ നിന്ന് പുറത്തു വരിക. ഭഗവാൻ എന്ത് തരാൻ നിശ്ചയിക്കുന്നു അത് തരട്ടെ. ഈ ഭഗവാൻ ഒന്നും തന്നില്ലേ, വേണ്ട, ഭഗവാന്റെ തീരുമാനം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതി നമ്മൾ വിട്ടുകൊടുക്കുക. മംഗളം പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അദ്ദേഹത്തിന് അറിയാം നമുക്ക് എപ്പോ എന്ത് എവിടെ വെച്ച് തരണം എന്ന്. അദ്ദേഹം കൃത്യമായിട്ട് അത് തന്നോളും. നമ്മൾ നിരന്തരം അതിനുവേണ്ടി ഭഗവാൻ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട. ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ഭഗവാൻ സ്വന്തം എന്ന് പറഞ്ഞ് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നില്ല, അത് തന്നാൽ തന്നെയും ആ അനുഗ്രഹം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഭഗവാനിലേക്ക് പോകുമ്പോൾ ഈ സമ്പത്തൊന്നും കൊണ്ടല്ല നമ്മൾ പോണത്, ഒരു സമ്പത്തും കൊണ്ടല്ല പോണം. നമ്മൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ചുറ്റുമുള്ളവരെന്താ ചെയ്യുക? നമുക്ക് എന്ത് സമ്പത്തുണ്ടോ അത് വിഭജിക്കാനുള്ള വഴി അവർ നോക്കുക, അല്ലെ? എന്തിനു പറയണം? ഈ ശരീരത്തിലിട്ട കമ്മലോ മാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ആർക്ക് കിട്ടുമെന്നറിയുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും ജീവിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിരിക്കുന്ന നശ്വരമായിരിക്കുന്ന ഒന്നിനോട് നമുക്ക് എന്തുണ്ടാവരുത്? ആഗ്രഹങ്ങൾ ഉണ്ടാവരുത്, അത്യാഗ്രഹം ഉണ്ടാവരുത്. നമുക്കൊന്നും വേണ്ടെന്നേ, ഭഗവാൻ മാത്രം മതി, അദ്ദേഹത്തിന്റെ നാമം മാത്രം മതി. നമ്മൾ അത്ര ജന്മവും ചൊല്ലിയ നാമം മാത്രമായിരിക്കും അവസാന സമയത്ത് നമ്മുടെ ആത്മാവിനോടൊപ്പം ഭഗവാനിലേക്ക് പോകുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേരോ പണോ പ്രശസ്തിയോ സമ്പത്തോ വീടോ ആഭരണങ്ങളോ ഒന്നും നമ്മൾ കൊണ്ടുപോവില്ല. സമസ്തവും ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ എന്ന് പറഞ്ഞ ആ നാമത്തെ മാത്രമായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? പിന്നെന്താ? പുണ്യശ്രവണ കീർത്തന എന്നാ പറയുന്നത്. പുണ്യശ്രവണ കീർത്തന എന്ന് പറഞ്ഞാൽ അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാം വരഹ വിദത്തമോ വീതവയ പുണ്യശ്രവണ കീർത്തന. പുണ്യശ്രവണ കീർത്തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യകരമായിരിക്കുന്ന ശ്രവണത്തോടും കീർത്തനത്തോടും കൂടിയവനാണ് ഭഗവാൻ. നമ്മൾ ചൊല്ലുന്ന ആ നാമത്തെ കേൾക്കാൻ ഭഗവാൻ നോക്കിയിരിക്കുകയാണ്. അതാ ഞാൻ ക്ലാസ്സിന്റെ തുടക്കം പറഞ്ഞില്ലേ, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം എന്ന്. നമ്മൾ എപ്പോഴാണ് ഭഗവാന്റെ നാമം ചൊല്ലുക, ആ ചൊല്ലുന്നത് കേൾക്കാൻ ഭഗവാൻ കാതോർത്തിരിക്കുകയാണ്. പക്ഷെ ചൊല്ലാൻ നമുക്ക് സമയമില്ലല്ലോ, അല്ലേ? നമുക്ക് ഭൗതികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനില്ലേ, കുറെ നേടിയെടുക്കാനില്ലേ? സമയമില്ല. ഭഗവാന്റെ കാര്യം ചെയ്യാൻ സമയമില്ല. നമുക്ക് ആ പ്രശ്നം, ഈ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, 100 പ്രശ്നങ്ങളാ. ഈ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും സമയമില്ല എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായം. അതെല്ലാം മാറ്റിയിട്ട് ആദ്യം ഭഗവാന്റെ കാര്യം ചെയ്യൂ. ആദ്യം ഭഗവാന്റെ കാര്യം ചെയ്തിട്ട് ഭഗവാനിലേക്ക് അടുക്കാനുള്ള വഴി നോക്കൂ. അങ്ങനെ അടുക്കുമ്പോൾ നമുക്ക് എന്തായി? ഭൗതികമായിരിക്കുന്ന നമ്മുടെ അനാരോഗ്യങ്ങള്, സാമ്പത്തികമില്ലാത്ത അവസ്ഥ, പ്രയാസങ്ങള്, ടെൻഷന്, ഉറക്കമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം മാറിക്കിട്ടും. എല്ലാം മാറി നമുക്കൊരു സ്വസ്ഥമായൊരു ജീവിതം ഭഗവാൻ നമുക്ക് തരും. എന്ത് പ്രശ്നമെങ്കിലും സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന നാമം ആലോചിക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ നമ്മുടെ ആകുലതകളും ചിന്തകളും വേദനകളും പ്രയാസങ്ങളും എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കേ ഭഗവാൻ ഉറപ്പായിട്ടും നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി ഭഗവാൻ ശ്രീയെ, മംഗളത്തെ നമുക്ക് പ്രദാനം ചെയ്യും. മനസ്സിലായോ?
അപ്പൊ അതുകൊണ്ട് 98ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണ ക്ഷമിണാം വര വിദത്തമോ വീതവയ പുണ്യശ്രവണ കീർത്തന. അതായത് എന്താണ്? ക്രൂരതയില്ലാത്തതാണ് ഭഗവാൻ ആരോടും ക്രൂരതയില്ല. കർമ്മം, മനസ്സ്, വാക്ക്, ശരീരം ഇവ കൊണ്ടെല്ലാം സുന്ദരമായിരിക്കുന്നവനാണ് ഭഗവാൻ. വളർച്ചയോടുകൂടിയ ശക്തി, വളർച്ചയിൽ ഏറ്റവും വളർച്ചയിൽ ഫസ്റ്റ് ആരാന്ന് വെച്ചാൽ അത് ഭഗവാനാണ്. ശക്തിമാൻ ആരാന്ന് വെച്ചാൽ ഭഗവാനാണ്. വേഗത്തിന്റെ കാര്യത്തിൽ ആരാ ആദ്യം എന്ന് വെച്ചാൽ ഭഗവാനാണ്. അങ്ങനെയുള്ള 3 ഗുണങ്ങളോടും കൂടി ചേർന്നിരിക്കുന്ന, ദക്ഷനായിരിക്കുന്ന, ക്ഷമയുള്ളവരായിരിക്കുന്ന, യോഗികളിലും ഭാരം ധരിക്കുന്ന, ഭൂമി അങ്ങനെയുള്ളതിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന, അതായത് ഏറ്റവും വലിയ ക്ഷമ ഭഗവാനാണ്. ഏറ്റവും കൂടുതൽ ഭാരമെടുക്കുന്ന ആരാന്ന് വെച്ചാൽ അതും ഭഗവാനാണ്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന നിരതിശ്രയജ്ഞാനമുള്ളവൻ ആരാന്ന് വെച്ചാൽ അതും ഭഗവാൻ തന്നെയാണ്. സർവേശ്വരനും നിത്യമുക്തനും ആയതുകൊണ്ട് ഈ സംസാര ലോകത്തിലെ ഈ ഭയവും ഭഗവാനില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ഭയം നമ്മളെ അലട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാതെല്ലാം. കാരണം എന്താ? ഈ ലോകത്തെക്കുറിച്ച് ഭയമില്ലാത്ത ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? നമുക്ക് ശ്രീ നൽകി അനുഗ്രഹിക്കും. നമുക്കും ആ ഒരു ഭയമില്ലാതെ നാളെ എന്ത് എന്നറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഭഗവാൻ അറിയാം എന്ന ആ ഒരു ഭാവത്തിൽ നമുക്ക് ജീവിച്ച് മുന്നേറാൻ സാധിക്കും. സർവേശ്വരനും നിത്യമുക്തനുമായതുകൊണ്ട് ഭഗവാന്റെ സംസാര സാഗരത്തെ ഭയമില്ല. പുണ്യകരമായിരിക്കുന്ന ശ്രവണത്തോടും കീർത്തനത്തോടും കൂടി വിവരിക്കുന്നവനാണ് ഭഗവാൻ. നമ്മളെപ്പോഴും ഭഗവാന്റെ കീർത്തനം ചൊല്ലുക. അദ്ദേഹത്തിന്റെ ആ ഒരു ഭഗവാൻ എന്താണോ പുണ്യകരമായിരിക്കുന്ന ശ്രവണം, ഭഗവാൻ ശ്രീമദ് ഭാഗവത്തിലൂടെ നമുക്ക് കുറെ കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഗീതയിലൂടെ പറയുന്നു, നാരായണത്തിലൂടെ പറയുന്നു, പല പല ഗ്രന്ഥങ്ങളിലൂടെ ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുക, സത്സംഗങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, എന്നിട്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, സ്മരിക്കുക ഭഗവാനെ. അവസാനം ഭഗവാന്റെ പാദത്തെയും ഭഗവാന്റെ ഭക്തരുടെ പാദത്തെയും നമ്മൾ എന്ത് ചെയ്യുക? നമസ്കരിക്കുക. ഞാനെന്ന ഭാവം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക. എന്നെ കൊണ്ട് എല്ലാം സാധിക്കും എന്ന ഒരു ചിന്ത മാറ്റിയിട്ട് ഒരു തൃണത്തേക്കാൾ താഴെയാണ് ഞാൻ, ഒരു പുല്ലിനേക്കാൾ താഴെയാണ് ഞാൻ, ഇന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്ന നാളെ ശ്മശാനത്തിലായിരിക്കും കിടന്നുറങ്ങേണ്ടി വരിക എന്ന ഭാവത്തിൽ ആ ഒരു ചെറിയ ജീവിതമേ എനിക്കുള്ളൂ ഭഗവാനെ. ആ ജീവിതത്തിൽ ഞാൻ അങ്ങയെക്കുറിച്ച് ചിന്തിക്കാനും അങ്ങേക്ക് വേണ്ടി സേവനം ചെയ്യാനുമുള്ള ഒരു ജന്മമായി എൻ്റെത് മാറട്ടെ. അങ്ങനെ ഭഗവാൻ എനിക്ക് മോക്ഷം നൽകി അനുഗ്രഹിക്കണേ. എത്ര കോടി ജന്മങ്ങൾ കൊണ്ടാണ് ഭഗവാനെ ഈ ജന്മത്തിൽ അങ്ങയുടെ നാമം ചൊല്ലാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു അവസരം എന്നെന്നും നിലനിർത്തുകയും എന്നിലൂടെ 10 പേര് ഭഗവാനെ അറിയാനുള്ള ഇട വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ ഭവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മാക്സിമം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയാലും ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും ഭഗവാനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഭഗവാനോട് കൂടി അടുത്ത് ജീവിക്കാനുള്ള ഓരോ നിമിഷവും അത് ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ തെറ്റായ ചിന്താഗതികളും നമ്മുടെ മനസ്സിൽ ആരെക്കുറിച്ചുണ്ടെങ്കിലും ശരി, എന്തിനെക്കുറിച്ചുണ്ടെങ്കിലും ശരി, അതെല്ലാം മാറ്റിവെക്കുക. ഭഗവാന്റെ നാമം ഇനിയെങ്കിലും ജപിക്കാനുള്ളൊരു സമയം ഉണ്ടാക്കിയെടുക്കുക. ഏത് നാമം ജപിച്ചാലും, എന്ത് ഗ്രന്ഥം വായിച്ചാലും, ഏത് ക്ലാസ് കേട്ടാലും ശരി, എല്ലാത്തിൻ്റെയും അവസാനം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. അതാണ് സ്ഥിതി തരുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പരിപൂർണത വേണം, അല്ലേ? സ്ഥിതി വേണം. ആ ഒരു സ്ഥിതിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ചെറിയ ജീവിതമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നു, നാളെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ കിടന്നു പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളോടൊപ്പം തന്നെ ജനിച്ച ആ നിമിഷം മുമ്പ് സമയം തന്നെ നമ്മളോടൊപ്പം നമ്മുടെ മരണവും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ എന്നായാലും ഈ ലോകത്തുനിന്ന് പോകേണ്ടി വരുന്ന നമ്മൾ മാക്സിമം സമയവും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കരുണ ഭഗവാന് എല്ലാവരോടുണ്ട്. ഭഗവാന്റെ ആ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. അപ്പം ഒരു വട്ടം കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഗുരുപൂർണിമ ആശംസകൾ. സമാധാനത്തോടെയും സന്തോഷത്തോടെയും സർവൈശ്വര്യത്തോടു കൂടിയും ഐശ്വര്യങ്ങളോടും കൂടി സമാധാനത്തോടെ ജീവിക്കുക. ശുഭരാത്രി. ഹരേ കൃഷ്ണ. താങ്ക് യു വേദക്കുട്ടി. നമസ്തേ. 5 ഡേയ്സിൻ്റെ ഗുരുകുലത്തിലെ കുറേ കുട്ടികൾ വന്നു. എല്ലാവർക്കും മാതാജിയുടെ ഗുരുപൂർണിമ ആശംസകൾ. ഓക്കെ. നിങ്ങളും എൻ്റെ ഗുരുക്കന്മാരാണ്. നമസ്തേ.